CPPR ഇലക്ഷൻ സീരീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗൗതം കെ, പ്രൊജക്ട് അസോസിയേറ്റ്, സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച്. 21,908 വാർഡുകൾ, 1,200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, 3 ഘട്ടങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്ന തിരഞ്ഞെടുപ്പ് ഫലം. അഴിമതി ആരോപണങ്ങളുടെയും രാഷ്ട്രീയ പ്രതിവാദങ്ങളുടെയും മുൾമുനയിൽ നിന്നിരുന്ന LDF സർക്കാരിന് തെല്ലൊന്നുമായിരിക്കില്ല ഈ ജനവിധി ആശ്വാസമായിട്ടുണ്ടാവുക. പക്ഷെ 3 മുന്നണികൾക്കും ഇരുത്തി ചിന്തിക്കുവാനും പല പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒട്ടനവധി വാതായനങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഫലം തുറന്നിടുന്നുണ്ട്. കേരളത്തിന്റെ ഈ മാറുന്ന രാഷ്ട്രീയ ഭൂപടത്തെ രാഷ്ട്രീയത്തിനതീതമായി സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ചർച്ചയിലെ പാനലിസ്റ്റുകളെ പരിചയപ്പെടാം. കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അതിലുപരി CPPRന്റെ ഉപദേശകനുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ G. ഗോപകുമാർ, സേക്രഡ് ഹാർട്ട് കോളേജിലെ റിട്ടയേർഡ് പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായിരുന്ന പ്രൊഫസർ KC അബ്രഹാം, അദ്ദേഹം CPPRന്റെ അക്കാഡമിക് ഡയറക്ടർ കൂടിയാണ്. CPPRന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ D. ധൻരാജ്. 3 പാനലിസ്റ്റുകൾക്കും നമ്മളുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഹാർദവമായി സ്വാഗതം. സാർ, ഇത്രയും ഉദ്യോഗജനകമായ വാദപ്രതിവാദങ്ങൾ നിറഞ്ഞതും രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങൾ നിറഞ്ഞതുമായ ഈ ഒരു കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച ഒരു വിജയം നേടുകയുണ്ടായി. സാർ, ഒരു പ്രാഥമിക അവലോകനം എന്ന രീതിയിൽ തോന്നുന്നു ഗോപകുമാർ സാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടാകുമെന്ന് നമ്മുടെ പഴയ ചർച്ചയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറിയതിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ UDFന്റെയും കോൺഗ്രസിന്റെയും നിരാശജനകമായ പ്രകടനം, പ്രത്യേകിച്ച് തെക്ക് മധ്യ കേരളത്തിലും ഉണ്ടായ വളരെ നിരാശജനകമായ പ്രകടനം, അത് വാസ്തവത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. മറ്റൊന്ന്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജനകീയത പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും പരീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു. അതും വ്യക്തമായി. അങ്ങനെ നോക്കുമ്പോൾ വരാനുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. ആ നിലയ്ക്ക് LDFനുണ്ടായിരിക്കുന്ന മോറൽ ബൂസ്റ്റർ ഈ തിരഞ്ഞെടുപ്പിൽ വളരെ വളരെ വലുതാണ്. അതുകൊണ്ടെല്ലാം ആയി എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു വലിയൊരു മൊറയില് LDFന് കിട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മിഷണറി എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് ലെവലിലൊക്കെ പഴയകാലം തൊട്ടേ തന്നെ LDFന് ആഭിമുഖ്യമുണ്ട്. 2010 ഒഴികെ മിക്കവാറുമുള്ള എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും LDF ജയിച്ച ചരിത്രമാണ് ഉള്ളത്. മിക്കവാറുമില്ല. അതിന് അവരുടേതായ അണികളും ശക്തമായ മിഷണറിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് അപ്രതീക്ഷിതമല്ല. പക്ഷെ അതിൻ്റെ വ്യാപ്തി നോക്കുമ്പോൾ ഇത്രയും മോശപ്പെട്ട, ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും മോശപ്പെട്ട മാധ്യമ വിചാരണ നടക്കുന്ന ഒരു ഗവൺമെൻറ് ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു അത്ഭുതമുണ്ട്. കാരണം കേരളത്തിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അത്ര എഫക്റ്റീവാണ്. പ്രതിപക്ഷമല്ല, മാധ്യമങ്ങളായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ചുമതല ചെയ്തത്. കഴിഞ്ഞ 4-5 മാസമായിട്ട് വിഴുപ്പലക്കൽ അത് ഇത്ര സുഗമമായി കൈകാര്യം ചെയ്യാൻ LDFന് കഴിയുമെന്ന് ഒരുപക്ഷെ LDFന് പോലും വിശ്വാസം ഉണ്ടായിരുന്നിരിക്കില്ല. ആ നിലയ്ക്ക് ഒരു അത്ഭുതമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അബ്രഹാം സാർ, ഈ ഒരു അവസരത്തിൽ എന്താണ് സാറിന്റെ ഒരു? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം എന്താ പറയാ, അപ്രതീക്ഷിതമായിരുന്നു. ഇത്രയും ഉജ്ജ്വലമായ വിജയം. കാരണം ഇത് ഒരു രാഷ്ട്രീയ മത്സരം തന്നെ പൊതുവെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ മത്സരമാണ്. ഞാൻ രാഷ്ട്രീയമല്ലാത്ത ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറയില്ല, അത് പരിമിതമായി അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഗോപകുമാർ സാറ് പറഞ്ഞ പോലെ ഇത്രയും അഡ്വേഴ്സ് ആയ ഒരു സിറ്റുവേഷനിൽ ഇടതുപക്ഷത്തിന് ഇത്രയും ഒരു വിജയം കിട്ടുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് അത്ഭുതപ്പെടുത്തി.
ഒന്നാമതായിട്ട് ഇത് എനിക്ക് തോന്നുന്ന ഗവൺമെന്റിന് കിട്ടിയ ഒരു മാൻഡേറ്റ്. ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിൽക്കുന്നൊന്നും ഞാൻ പറയല്ല. കാരണം അപ്പൊ ആ സമയത്തുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ ആസ്പദമായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും ഒരു പ്രതിരോധത്തിലായിരുന്ന ഗവൺമെന്റ് അവരുടെ പ്രവർത്തന ഗുണത്തിന് കിട്ടിയ, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിനാണ്, അല്ലാതെ വിവാദങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ അല്ല. ആയിരുന്നെങ്കിൽ തൂത്തുവാരിയേനെ. രണ്ടാമതായിട്ട് സാറ് സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയ ഭാവി എന്താകുമായിരുന്നു എന്ന് സംശയിച്ചിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്വാധീനമാണ്. ആ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണ് ഇടതുപക്ഷം ഒരിക്കലും കയറിപ്പറ്റാൻ സാധിക്കാത്ത കോട്ടയം ജില്ല ഏതാണ്ട് പൂർണ്ണമായിട്ട് കീഴടക്കി, മുനിസിപ്പാലിറ്റി ഒഴിച്ചു. ആ സ്വാധീനം അടുത്ത പ്രദേശമായ ഇടുക്കിയിലും പത്തനംതിട്ടയിലും സ്വാധീനം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ 3 ജില്ലകളിൽ ഇത്രയും കൂടുതൽ സീറ്റ് പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി അവര് സ്ഥാപിച്ചെടുത്തു. വേറെ ഒരു ഫീച്ചർ ഞാൻ കാണുന്നത് ഇത്രയും പ്രചണ്ഡമായ പ്രചരണവും പ്രതീക്ഷയും പിന്നെ ബാക്കി എല്ലാ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച മാതിരി BJPയുടെ പ്രകടനം നടന്നില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ നഗരപ്രദേശങ്ങളിൽ പോലും കോർപ്പറേഷനിലൊക്കെ 2-3 സ്ഥലത്ത് അവർക്ക് 3-4 സീറ്റ് വീതം കൂടുതൽ കിട്ടിയതല്ലാതെ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷനിൽ ഇനി പ്രധാനമന്ത്രി വരുമ്പോൾ ഞങ്ങൾ BJPയുടെ മേയറായിരിക്കും സ്വീകരിക്കണം എന്ന് അവര് അവകാശപ്പെട്ടതാണ്. അപ്പോൾ എന്തോ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചാണ്. ഫൈനലി എനിക്ക് തോന്നുന്ന സാർ അത് സൂചിപ്പിച്ച പോലെ വളരെ ഞാൻ ശോചനീയം എന്ന് പറയല്ല കേട്ടോ, മൊത്തത്തിൽ നോക്കും UDFന്റെ ശതമാനം അത്ര മോശമല്ല. എങ്കിലും ആ ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇനി BJP വളരേണ്ടത് കോൺഗ്രസിന്റെ ക്ഷയത്തിലായിരിക്കും. കാരണം ആ പ്രവണത കാണിക്കുന്നത്. അപ്പൊ ഇത് കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ അതിലൊരു പ്രത്യേക സൂചന കൂടെ നൽകും. കോൺഗ്രസ് കാലാകാലങ്ങളിലായിട്ട് 2 സമുദായങ്ങളെ ആശ്രയിച്ചായിരുന്നു അവരുടെ അസ്തിത്വം. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളും മലബാറിലെ മുസ്ലിംസും. അപ്പോൾ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ ബേസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിലൂടെ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അതിപ്പം വളരെ ഗണ്യമായ തോതിൽ ഇപ്പം മാറി നിൽക്കുക. അപ്പൊ അവരുടെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ മലബാർ, അത് പ്രത്യേകിച്ച് മുസ്ലിം പാർട്ടി, മുസ്ലിം ലീഗ്, അവരില്ലെങ്കിൽ അവരായി അവരുടെ നട്ടൽ, അവരുടെ ആശ്രിത സാന്നിധ്യം മുസ്ലിം ലീഗായിട്ട് മാറുകയാണെന്നൊരു, ഇത് പരിപൂർണമായിട്ടും ശരിയാണെന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഞാൻ പറഞ്ഞതാണ്. കാരണം ബാക്കി എല്ലായിടത്തും തന്നെ അവരുടെ സോഷ്യൽ ബേസ് ശൃംഖല. ഓക്കെ, സാറിന്റെ ഒരു പ്രാഥമിക അവലോകനം എന്താണ് ഇന്നലത്തെ റിസൾട്ടിനോട്? ഇങ്ങനെയൊരു ഇലക്ഷൻ റിസൾട്ട് ഇത്രയും സീറ്റുകൾ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള കാര്യത്തില് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അങ്ങനെ ഒരു പ്രൊജക്ഷൻ നടത്തിയിരുന്നു എന്നുള്ളത്. ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഹലോ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുണ്ട്. അതിനെന്തായാലും അതിലൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ പാർട്ടി മിഷനറി, അവരുടെ സംഘടനാ സംവിധാനങ്ങള്, അതേപോലെ തന്നെ കുടുംബശ്രീ പോലുള്ള അത് CPM-ന്റെ സംഘടനയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതെല്ലാം എല്ലാ കാലത്തും അവിടെ നിന്നൊക്കെ ആളുകളെ സെലക്ട് ചെയ്യാനും അവരെ എല്ലാവരും ഇലക്ഷൻ രംഗത്തേക്ക് കൊണ്ടുവരാനൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ കഴിവുണ്ടായിട്ടുള്ളത്. അതിനെ അവർക്കാണ് കൂടുതൽ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാലത്തും അവർക്ക് ശക്തമായൊരു മേധാവിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷനുണ്ട്. പക്ഷെ ഇന്നലത്തെ ഈ
റിസൾട്ട് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരാരും അത് സമ്മതിച്ചു തരില്ലെങ്കിൽ പോലും അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു മാൻഡേറ്റ് അവർക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ സംശയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ റിസൾട്ട് ഒരു ഇലക്ഷന്റെ ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് കേരളത്തിലും നമ്മുടെ നാഷണൽ ലെവലിലെ പോലുള്ള ഒരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ രീതിയിലേക്ക് മാറിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇപ്പൊ ദേശീയ തലത്തിലാണെങ്കിൽ നരേന്ദ്രമോദി വേഴ്സസ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ LDF വേഴ്സസ് ഓപ്പോസിഷൻ ആണോ പിണറായി വിജയൻ വേഴ്സസ് ഓപ്പോസിഷൻ ആണോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു ചർച്ച അക്കാഡമിക് തലത്തിലെങ്കിലും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ മൊത്തം അലിഗേഷൻസും എല്ലാം വന്നപ്പോഴും എല്ലാം എല്ലാവരും ശക്തമായി കടന്നാക്രമിച്ചത് മുഖ്യമന്ത്രിനെയാണ്. LDFനെ ഒന്നടങ്കമല്ല ആക്രമിച്ചത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ആക്രമിച്ചത്. അതിനെ ഡിഫെൻഡ് ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 90% കാര്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ആ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിയത്. അങ്ങനെ കൗണ്ടർ അറ്റാക്ക് നടത്തിയപ്പോൾ സാധാരണ നമ്മുടെ പൊളിറ്റിക്കൽ ഇപ്പോ കഴിഞ്ഞ ഒരു 20 വർഷമായി ലോകത്ത് എല്ലായിടത്തും കാണുന്ന പോലെയുള്ള ഒരു പ്രസിഡൻഷ്യൽ മോഡിലേക്ക് മാറുകയും അവിടെ UDFന്റെ നേതൃത്വ സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയനോട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ്. UDFന്റെ വളരെ വീക്കായിട്ടുള്ള ലീഡർഷിപ്പ് കൂടി ഈ ഇലക്ഷനിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ 2019 ഇലക്ഷൻ വിശകലനത്തിൽ ഞാൻ ശക്തമായി വാദിച്ചിട്ടൊരു കാര്യം, കേരളത്തില് 19 സീറ്റ് UDFന് കിട്ടിയപ്പോൾ അത് ഇവിടുത്തെ അവരുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ പാർട്ടി അത്രയധികം ശക്തി ആർജിച്ചുകൊണ്ടാണെന്നോ ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടായ ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തില് UDFന് 19 സീറ്റ് കിട്ടി. പക്ഷെ ഇന്ന് അപ്പോഴും അവിടെ സംഭവിച്ചത് നമ്മൾ UDF വളരെയധികം ശക്തം ആർജിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഇലക്ഷനിൽ നിന്ന് ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ സംഘടനാ ദൗർബല്യവും അതേപോലെ തന്നെ ലീഡർഷിപ്പ്, അതായത് നമ്മുടെ പല DCC പ്രസിഡന്റുമാർക്ക് പോലും ആരാന്ന് ആർക്കും അറിയില്ല. KPCC പ്രസിഡന്റ് വളരെ രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ KPCC പ്രസിഡന്റിന് ഒരിക്കലും നമ്മുടെ UDFന്റെ അണികളെ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉണർവേകാൻ പറ്റിയൊരു ലീഡർഷിപ്പ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 20-30 വർഷം എന്തായാലും എൻ്റെ ഒരു ജീവിത കാലയളവിനുള്ളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വീക്കായിട്ടുള്ള ലീഡർഷിപ്പാണ് UDF എന്നുള്ളത്. അപ്പൊ അതും ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറായി മാറുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം KCMന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നമ്മളിപ്പോ ഈ ചർച്ചയ്ക്ക് മുമ്പ് നടന്നൊരു സ്വകാര്യ സംഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തില് കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും KCM-ഉം കഴിഞ്ഞാൽ, അത് 5 പാർട്ടി കഴിഞ്ഞാൽ 6ാമത്തെ ഏറ്റവും വലിയ കക്ഷി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് വാർഡ്സ് അല്ലെങ്കിൽ സീറ്റ്സ് വൺ എന്ന് പറഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ അത് വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ നമ്മുടെ SDPI ആണ്. SDPI 115ഓളം വാർഡുകളിൽ കേരളത്തിൽ ജയിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയും ബാറ്റ് അതേപോലുള്ള പോഷക സംഘടനകളും എല്ലാം കൂടി ഏകദേശം 150-നോടത്തും ജയിച്ചിട്ടുണ്ട്. അതും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതും കൂടിയാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി സാർ. അടുത്ത ചോദ്യം ഗോപകുമാർ സാറിനോടാണ്. സാർ, ഇനി 3 മുന്നണികളുടെയും മുമ്പിലേക്കുള്ള വഴി എന്ത്? ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF ഏതായാലും കംഫർട്ടബിൾ ആയിട്ടൊരു വിക്ടറി നേടിയെടുത്തു കഴിഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ നേതൃത്വത്തിന്റെ കുറവ് അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ കുറവ് എല്ലാം നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം അവര് പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ അവര് വാദഗതികൾ ഉന്നയിച്ച പോലെ ഒരു വിജയം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് പോലും അല്ലെങ്കിൽ ഒരു കൗൺസിൽ പോലും അധികം ജയിക്കാൻ BJPക്ക് സാധിക്കാതെ വരുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ NDAയുടെ വോട്ടുകൾ സാച്ചുറേറ്റഡ് ആവുകയാണ്. ഈ 3 ചോദ്യങ്ങളെയും എങ്ങനെയായിരിക്കും സാർ അഡ്രസ് ചെയ്യുന്നത്? എന്താണ് അവരുടെ മുന്നോട്ടുള്ള വഴി? ഈ 3 മുന്നണികളിൽ നമുക്ക് ലളിതമായി മനസ്സിലാക്കാവുന്നത് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ മൊമെന്റം കീപ്പപ്പ് ചെയ്താൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർക്ക് ജയിക്കാം. ഇപ്പോൾ കേരളത്തിലെ
ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോ സന്ദർഭമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ അസംബ്ലി തിരഞ്ഞെടുപ്പോ കഴിയില്ല. പക്ഷേ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് താരതമ്യേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പഞ്ചായത്ത് ലെവലിലുള്ള മിഷണറി പോലെ അസംബ്ലി ലെവലിലും അത്തരമൊരു മിഷണറി സംഘടിപ്പിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാമർഥ്യം കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഭരണം കയ്യിൽ പ്രത്യേകിച്ചുള്ളപ്പോൾ റിസോഴ്സസിൻ്റെ ക്രഞ്ചുമില്ല, മൊറയിൽ ബൂസ്റ്റപ്പാണ്. അപ്പോൾ ഈ ടെമ്പോ കീപ്പപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി വരുന്നത് പോലെ കോവിഡ് നിയന്ത്രിക്കുന്നതിലുണ്ടായ അനുകൂല ഘടകങ്ങൾ, പെൻഷൻ വിതരണത്തിലും ക്ഷേമ പദ്ധതികളും റേഷൻ സമയത്തിന് കൊടുത്തതും, ഈ ഡിസംബറിൽ പോലും ഇലക്ഷൻ മുമ്പേ കൊടുത്തു. തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ, ചുരുക്കത്തിൽ ഒരു പെർഫോമൻസ് ഉള്ള ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ് എന്ന് ഒരു ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഇമേജ് തുടർന്നും ഉണ്ടാകുമെന്നുള്ളൊരു അഷ്വറൻസ് ആണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. മാധ്യമങ്ങളിലുള്ള ഈ അഴിമതി ആക്ഷേപ വാർത്തകളെക്കാൾ അവർ വിശ്വസിക്കുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ടെമ്പോ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇനിയും കുറേ പോപ്പുലിസ്റ്റ് പ്രോഗ്രാംസ് കൊണ്ടുപോകും. LDF സ്ട്രക്ചറലി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ കക്ഷികളെ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഉള്ളതിനെ നന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുക. ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പാലാ അസംബ്ലി മണ്ഡലം ഉൾപ്പെടെയുള്ള വാദഗതികൾ ശക്തിപ്പെടുത്താവുന്ന സാഹചര്യത്തിൽ മാണി സി കാപ്പന് പുറത്തു പോയാലും നഷ്ടമില്ലാത്ത സാഹചര്യത്തിലാണ് LDF നിൽക്കുന്നത്. അങ്ങേയറ്റം സംഭവിക്കാൻ പോകുന്നു, മാണി സി കാപ്പൻ മാത്രം പുറത്തു പോകും, അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ആൾക്കാർ കാണത്തില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഉള്ളത് കൺസോളിഡേറ്റ് ചെയ്യുക, ഈ അറ്റ്മോസ്ഫിയർ ടെമ്പോ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. 11 കക്ഷികളുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതിൽ CPIയും തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും വളരെ ശക്തമായിട്ട് തന്നെ ഒരു മിഡിൽ സൈസ്ഡ് പാർട്ടീസായിട്ട് LDFൻ്റെ കൂടെയുണ്ട്. സ്ട്രക്ചറലി മേജർ പാർട്ടിയും 2 മിഡിൽ പാർട്ടീസും കൂടി വന്നു. പിന്നെ അനേകം കൊച്ചു പാർട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ചെറിയ പാർട്ടികളും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് അവരുടെ അഡ്വാൻറ്റേജസ് ആണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇത് പറയുമ്പോൾ മറുവശത്തേക്ക് വരണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ വിഷമവൃത്തമാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ വ്യക്തമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ UDFന് പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെയും ബാക്കി സ്വന്തം കക്ഷിയിൽ പോലും മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നിർഭാഗ്യവശാൽ അദ്ദേഹം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഞ്ച് വേണ്ട രീതിയിൽ ഏൽക്കുന്നില്ല. പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ സമന്വയം ഉണ്ടാകുന്നില്ല. മാത്രമല്ല UDFലും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദുർബലത ഒന്നുകൂടി എക്സ്പോസ് ചെയ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി ക്യാമ്പയിനിൽ വളരെ കാര്യമായിട്ട് വന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാകുക. പിന്നെ MMSനെ മാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് വേണ്ടി വേട്ടയാടാൻ ശ്രമിച്ചു. വെൽഫെയർ പാർട്ടിയുമായിട്ട് വന്ന കാര്യങ്ങൾ, വാസ്തു വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഗുണം UDFനെ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കത് പലപ്പോഴും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്, കേരളത്തിൽ വർഗീയ പാർട്ടികളെ എല്ലാ മുന്നണിയുള്ളൂ. ചിലത് നല്ല മതേതരത്വ പാർട്ടികളാണെന്നൊക്കെ ചിലരങ്ങ് പ്രഖ്യാപിക്കും. എനിക്കങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. പിന്നെ സോഫ്റ്റ് കമ്മ്യൂണലിസവും ഹാർഡ് കമ്മ്യൂണലിസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ലാതെ കമ്മ്യൂണൽ പാർട്ടീസ് ആർ കമ്മ്യൂണൽ പാർട്ടീസ്, അതിന് തർക്കമൊന്നുമില്ല. അവരെല്ലാം കമ്മ്യൂണൽ പാർട്ടി. അത് മുസ്ലിം ലീഗ് ആയാലും അതിനും ഒരു കമ്മ്യൂണൽ ക്യാരക്ടറുണ്ട്. അതിന് സെക്കുലർ എന്ന് വിളിക്കാൻ ഞാനാണല്ല. കേരള കോൺഗ്രസിനകത്തും കുറച്ചൊക്കെ ഉണ്ട്, അതും നമ്മൾ കണ്ടതാണ് പല താല്പര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ എലിമെൻറ്റ്സ് അവിടെ നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടി വന്നു കഴിഞ്ഞാൽ ജനാധിപത്യം പോകും, ന്യൂനപക്ഷ പ്രീണനമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എക്കാലവും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ആ സപ്പോർട്ടൊക്കെ പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ക്രിസ്ത്യൻ ബെൽറ്റിലെ ഒരു ഭാഗം കോൺഗ്രസിൽ നിന്ന് പോയതിൻ്റെ ഒരു തെളിവ്, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു ദുർബലത കോൺഗ്രസിനുണ്ട്. ഇനി വരാൻ പോകുന്നതിൽ കുറച്ചുകൂടി രൂക്ഷമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് ഓർത്തഡോക്സ് യാക്കോബ കോൺഫ്ലിക്റ്റും കൂടി വരുമ്പോൾ കോൺഗ്രസ്സിലെ ഹിന്ദു വിഭാഗം ദുർബലമാണ്. അതിൽ നായർ കമ്മ്യൂണിറ്റി നല്ലൊരു വിഭാഗം BJPയിലേക്ക് പോയി, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയൊരു വിഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഉള്ളത് OBC ഈഴവ കമ്മ്യൂണിറ്റി, മറ്റുള്ള ആൾക്കാരാണ്. അവർ തന്നെ എത്രത്തോളം
ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിന് കോൺഗ്രസിനെ ആത്മാർത്ഥമായി ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് സപ്പോർട്ടിൽ കോൺഗ്രസിന് കാര്യമായ ശോഷണം പറ്റി. അതിനേക്കാൾ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ശക്തിയില്ല, ലീഡർഷിപ്പ് ദുർബലമാണ്, അച്ചടക്കമില്ല. ഓരോരുത്തരും ഇപ്പം തന്നെ തോറ്റതിന് ശേഷം എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും. അപ്പോൾ എപ്പോഴും പറയാമല്ലോ, ഒരു പരാജയപ്പെട്ടവൻ അവൻ അനാഥനാണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ. ജയിച്ചവൻ ഒരുപാട് പേരുണ്ട് ഓൺ ചെയ്യാൻ, തോറ്റവനെ ഓൺ ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ പരസ്പരം കോൺഗ്രസിലെ ആൾക്കാർ ചീത്ത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് ചുരുക്കത്തിൽ പെട്ടെന്നൊരു KPC പ്രസിഡന്റിനെ കൊണ്ടുവരാനും പറ്റില്ല, അതിനുള്ള സമയവുമില്ല. അത് കൊണ്ടുവന്നു കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും. ഇതൊക്കെ പക്ഷേ കോൺഗ്രസ് വളരെ നേരത്തെ ആലോചിക്കേണ്ട കാര്യമായിരുന്നു. ഗ്രൂപ്പ് ദുർബലമാണെങ്കിലും ഗ്രൂപ്പുകൾക്ക് കുറവൊന്നുമില്ല. ഏറ്റവും വീക്കായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം മാറ്റുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചതോ UDF ജയിച്ചതോ അതൊന്നും സംഘടനാ മികവ് കൊണ്ടെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ കണ്ട രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് മോദി ഭയം, ന്യൂനപക്ഷങ്ങളുടെ മോദി ഭയം, കേന്ദ്രത്തിൽ മോദി വരുമ്പോഴുണ്ടാകുന്ന അത് നന്നായിട്ട് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അതിന് കൺസോൾട്ടേഷൻ കിട്ടി. രണ്ട്, ശബരിമല ഇഷ്യൂ. ഈ രണ്ട് ഭാഗങ്ങളോട് വന്നപ്പോൾ മൈനോറിറ്റീസിൻ്റെയും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെയും നല്ലൊരു ഭാഗത്തിൻ്റെ സപ്പോർട്ട് UDFിലേക്ക് ചെന്നു. പുറമെ CPM കാണിച്ച അക്രമ രാഷ്ട്രീയം, ഇതിനൊക്കെ പുറമെ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ പാർലമെന്റിൽ അവർക്കുള്ള ശക്തിയില്ല എന്നുള്ള വകതിരിവും വിവേകവും ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ അന്ന് എലക്ട് ചെയ്തത്. അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒന്നും ഇപ്പോൾ മുമ്പിലില്ല. അതുകൊണ്ട് പാർലമെന്റ് ഇലക്ഷൻ്റെ സന്ദർഭം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മറക്കുക. പഞ്ചായത്തിൻ്റെ തനിയാവർത്തനമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ്, പക്ഷെ പഞ്ചായത്തിലെ ആ സ്ട്രക്ചറിൻ്റെ ചില സൗകര്യങ്ങൾ, അനുകൂല ഘടകങ്ങൾ LDFന് ഉള്ളത് കൊണ്ടും UDFിൽ അച്ചടക്കമില്ലായ്മ ഉള്ളത് കൊണ്ടും ഓർഗനൈസേഷൻ സ്ട്രക്ചർ യൂണിറ്റിയുടെ കാര്യത്തിൽ കുറവുള്ളത് കൊണ്ടും ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി മുസ്ലിം ലീഗിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഘടകം വരുന്നു. അതൊരു ഒരു പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെയും ലീഡർഷിപ്പിലും ഈ പിണറായിയെ ഫേസ് ചെയ്യാനുള്ളൊരു പഞ്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാം. അത് ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് അത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, മാധ്യമങ്ങൾ UDFിനെ സഹായിക്കും പരമാവധി. പക്ഷെ മാധ്യമങ്ങൾ സഹായിച്ചുകൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചല്ല. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ജോലി ചെയ്യും, ഞങ്ങൾ ജയിക്കാം എന്നുള്ള UDFിൻ്റെ ഒരു അപ്രോച്ചാണ്. സംഘടനാ കഴിവിലല്ല ജയിച്ചത് പലപ്പോഴും. അപ്പോൾ ഇനി അവർ മുന്നോട്ട് പോവുക വലിയ വെല്ലുവിളികളാണ്. യൂണിറ്റി, ഡിസിപ്ലിൻ, അച്ചടക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ UDFിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതില്ലാതെ മുന്നോട്ട് പോയാൽ ആൾറെഡി ഡിമോറലൈസ്ഡ് ആണ്. ഇനി അവസരങ്ങൾ വരുന്നത്, എത്ര കൂടുതൽ അവസരങ്ങൾ വരുന്നു അത്രത്തോളം UDF പിന്നോക്കം പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഓവർകം ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ലീഡർഷിപ്പ് വരണം. നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മുന്നേറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അദ്ദേഹം ഒരു പകുതി വിഡ്രോൺ ചെയ്യുന്നൊരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു കേരളത്തിൽ ഒരു പക്ഷേ കരുണാകരന് ഉള്ളതുപോലെ അത്രയും വലിയൊരു മാസീവ് ആയിട്ടുള്ളൊരു ഇളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം വിചാരിച്ചാൽ കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളൊരു കഴിവ് ഉണ്ട്. 91 ഒരു കൊല്ലം മുമ്പേ ഇടതുപക്ഷ ഗവൺമെന്റ് പിരിച്ചുവിട്ട് ഇലക്ഷനെ ഫേസ് ചെയ്ത് നഷ്ടപ്പെട്ട ഒരു വർഷം നമുക്ക് ഓർമ്മയുണ്ട്. 14-ൽ 13 ജില്ല ജയിച്ചിട്ടും ഒരു വർഷം നേരത്തെ ഇലക്ഷൻ വെച്ച് LDF ഗവൺമെന്റ് തോറ്റുപോയൊരു ഇലക്ഷനുണ്ട്. അതിന് വേറെ ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നും അനുകൂലമായി വന്ന ഒരു ഘടകം, കോൺഗ്രസിന്റെ അണികൾ വളരെ ശക്തമായിരുന്നു. കരുണാകരൻ ഡൽഹിയിൽ പോയി ബാക്കി എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് പഴയ സീനിയർ ലീഡേഴ്സിനെ ആരെയും കാണാനും കേൾക്കാനും ഇല്ല. വയലാർ വി കസുവാണ്, AK ആന്റണി നിശബ്ദനാണ്, പല ലീഡേഴ്സിനെ. അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസ് ഈസ് ഇൻ റിയൽ ലീഡർഷിപ്പ് ക്രൈസിസ്. അത് UDFിൽ മുസ്ലിം ലീഗ് അല്ലാതെ വലിയ ജോസഫ് ഗ്രൂപ്പിൻ്റെയും ദുർബലതകൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ചുരുക്കത്തിൽ കോൺഗ്രസിന് UDFിൻ്റെ വേ ഫോർവേഡ് വളരെയധികം ബുദ്ധിമുട്ടുള്ള കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയിലാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. അത് അച്ചടക്കത്തിൽ പോയില്ലെങ്കിൽ അവർക്ക് വിഷമങ്ങളുണ്ടാകും. ഇനി വളരെ പെട്ടെന്ന് NDAയിലേക്ക് വരാം. NDA ഉദ്ദേശിച്ചത്ര സീറ്റ് നേടിയില്ല എന്ന് പറയുന്നത് അതും നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം 0-ൽ നിന്ന് അവർ എന്ത് നേടുന്നതും അവർക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. കാരണം NDAയുടെ വോട്ട് വരുന്ന സോഴ്സസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ NDAക്ക് കേരളത്തിൽ ഒരിക്കലും ഭൂരിപക്ഷം കിട്ടാനോ ഭരിക്കാനോ ഉള്ള ഒരു സാഹചര്യം അത്ര എളുപ്പം നടക്കുന്നതല്ല. അത് ഒരു മിഡിൽ റേഞ്ച് പാർട്ടിയായിട്ട് BJPയെ കാണാമെന്നല്ലാതെ ഏതെങ്കിലും ഒരു സ്ട്രോങ് മൈനോറിറ്റിയുടെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഒരു ഓംനിബസ്
കോalition ഉണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിയില്ല. അപ്പോൾ എൻ ഡി എക്ക് ലിമിറ്റ്സ് ഒരുപാടുണ്ട്, ഈ പരിമിതികൾ ഒരുപാട്. ആ പരിമിതിക്ക് അപ്പുറം എൻ ഡി എക്ക് നീങ്ങാൻ പറ്റില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എൻ ഡി എ ഈ തിരഞ്ഞെടുപ്പിൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ 30% സീറ്റുകൾ അവർ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 30% സീറ്റുകൾ നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അവർ പ്രതീക്ഷ വച്ചെങ്കിലും അവിടെ മെജോറിറ്റി കിട്ടിയില്ല. കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകൾ തന്നെ നിലനിർത്തി. കോൺഗ്രസ് നിഷ്പ്രഭമായി തിരുവനന്തപുരത്ത് പോയപ്പോൾ അതിലെ ഷിഫ്റ്റ് എല്ലാം ബി ജെ പിയിലേക്ക് വന്നു. അത് സ്വാഭാവികമായിട്ടും മറ്റ് ജില്ലകളിൽ നടക്കാത്തൊരു പ്രതിഭാസമാണ്. ഹിന്ദു ബേസ് ഉള്ള കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തുള്ള ശക്തി മറുവശത്തേക്ക് ചോരുന്നു എന്നുള്ളതാണ് അതിനകത്ത് വ്യക്തം. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ എൽ ഡി എഫിനെ ബി ജെ പി അറിയാതെ ബി ജെ പിക്ക് 34 സീറ്റ് കിട്ടിയതാണ്. ഇത്തവണ അവർ 50 പ്രതീക്ഷിച്ചപ്പോൾ 34 തന്നെ ഒതുങ്ങിയത് ഒരു പക്ഷേ വളരെ വ്യക്തമായ നീക്കുപോക്കുകൾ നടത്തി എൽ ഡി എഫ് ബി ജെ പിയുടെ ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചതും അതിലൊക്കെ ചില തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെങ്കിലും ബി ജെ പി താഴോട്ട് പോയി തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം പന്തളം പിടിച്ചടക്കി, പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തി, കൊടുങ്ങല്ലൂറും അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ പോലും ഇപ്പോൾ സ്പ്രെഡ് വളരെ വലുതാണ്. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഒഴികെ ജില്ലാ പഞ്ചായത്ത് ഒഴികെ മുനിസിപ്പാലിറ്റികളിൽ കുറേ സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബി ജെ പി എത്ര വളർന്നാലും അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറം വളരാൻ പറ്റില്ല. അതിൻ്റെ ലിമിറ്റ്സ് അതാണ്. ഒരിക്കലും ഇറ്റ് ക്യാൻ നെവർ ബി എൽ ഡി എഫ് ഓർ യു ഡി എഫ്. അതിനുള്ള ബേസ് കേരളത്തിൽ അവർക്കില്ല എന്നത് ഒരിക്കലും അതുണ്ടാവില്ല. അങ്ങനെ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷമെങ്കിലും അവരുടെ കൂടെ വരണം. നമുക്കതിൻ്റെ റിലീജിയസ് ഡെമോഗ്രാഫിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദുസിൻ്റെ മെജോറിറ്റി തന്നെ 50-ന് താഴോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഈ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത് ബി ജെ പി? അതുകൊണ്ട് ബി ജെ പിയുടെ സ്ട്രെങ്തിന് ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറം ബി ജെ പിക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. കൂടെയുള്ള ശുഷ്കമായ പാർട്ടികളാണുള്ളത്. അതിൽ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് തുഷാറാണ്. തുഷാർ എന്ന അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടുന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് പോയത്. പക്ഷേ നമുക്കറിയാം 100 ലെഫ്റ്റ് വോട്ട്സ് എടുത്ത് നോക്കിയാൽ അതിൽ 60 വോട്ടും ഇഴവ കമ്മ്യൂണിറ്റിയുടെയാണ്. അപ്പോൾ ലെഫ്റ്റ് വോട്ട്സും ഇഴവ കമ്മ്യൂണിറ്റിയൊക്കെ വളരെ ഹാർമണൈസ് ചെയ്ത് പോകുന്ന ഒരു സമയത്ത് ലെഫ്റ്റിനെ വീക്കർ ചെയ്തല്ലാതെ നടക്കത്തില്ല. അല്ലാതെ കുറച്ചൊരു മിഡിൽ ക്ലാസ് ഇഴവ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ചെയ്ത് പക്ഷേ കോൺഗ്രസ്സിലുള്ളത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ ഡി എയുടെ പെർഫോമൻസ് ദുർബലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ 30% സീറ്റ്സ് വർദ്ധിപ്പിച്ചതും മിക്കവാറും മിക്ക മുനിസിപ്പാലിറ്റികളിലും അവർക്ക് പ്രാതിനിധ്യം കിട്ടിയതും പന്തളം ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ പിടിച്ചടക്കിയതും പാലക്കാട് നിലനിർത്തിയൊക്കെ കാണിക്കുന്നത് അവർ വളരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ വളർച്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ഈ ഒരു പരിധിക്കപ്പുറം എൻ ഡി എക്ക് വളരാൻ പറ്റില്ല. എൻ ഡി എ ക്യാൻ നെവർ ബി എ സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷേ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു ബൈപോളാറിസത്തിൻ്റെ ഡിക്ലൈൻ ആകാൻ സാധിച്ചു. അപ്പോൾ ബൈപോളാറിസം ഡിക്ലൈനായി ഒരു മൾട്ടി കോണേഡ് ട്രയാങ്കുലർ ഫൈറ്റ് കൊണ്ടുവന്നു. ആ ട്രയാങ്കുലർ ഫൈറ്റിൽ ഉള്ള സ്പേസ് എൻ ഡി എക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 5 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു 2-3 സീറ്റിനപ്പുറം ഒന്നും ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അതിന് അങ്ങേയറ്റം പരിശ്രമിച്ചാൽ കിട്ടാവുന്നത് 2-3 സീറ്റാണ്. അപ്പോൾ അവർക്ക് കഠിന പ്രയത്നം ചെയ്താലേ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. കാരണം അവരുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് നമുക്കറിയാം കേരളത്തിലെ മുന്നണികളുടെ സാഹചര്യം. അപ്പോൾ ഒരു മുന്നണി എന്ന് പറയാനില്ല എൻ ഡി എ. കേരളത്തിൽ ഒരു മുന്നണി എന്ന് പറയാനില്ല, അതിനു വേണ്ടിയുള്ള സോഴ്സസ് ഇല്ല. പക്ഷെ ഇവിടെ കാണേണ്ടത് യു ഡി എഫ് തകരുമ്പോൾ അതിലെ ഒരു വിഭാഗം ഇങ്ങോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് അല്ലാതെ വേറെ ആരും അങ്ങോട്ട് പോകാനില്ല. കോൺഗ്രസ്സിലെ വോട്ടേഴ്സിന് ഒരു വിഭാഗം ഇനിയും പോകാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ കുറച്ചുകൂടി എൻ ഡി എക്ക് എന്ത് കിട്ടുമായിരിക്കാം. പക്ഷെ എന്നാലും അതിൻ്റെ ലിമിറ്റ്സ് നമുക്ക് വളരെ വ്യക്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ബഹളങ്ങളും ആർത്തിയും ഇല്ലെങ്കിൽ അതിന് അമിത വിശ്വാസവും ഒക്കെ ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരിക്കലും അതൊരു മെജോറിറ്റിയിലേക്ക് വരില്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയിരുന്നെങ്കിൽ അതൊരു ദേശീയ വാർത്തയായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ വേറെ ആരോടും അവർക്ക് പക്ഷേ പാലക്കാടും നിലനിർത്തിയത് നിസ്സാര കാര്യമല്ല. അതിന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു, ആക്ഷേപങ്ങൾ അതിനെതിരെ ഉണ്ടായിരുന്നു. അമൃത പ്രോജക്റ്റ് നന്നായിട്ട് നടത്തി, പക്ഷെ അവർ ജയിച്ചു എന്നുള്ളതാണ്. അവർ നല്ല കഴിഞ്ഞാളത്തേക്കാൾ ഭൂരിപക്ഷം കിട്ടി. മറ്റു പലയിടത്തും അവർക്ക് നിർണായക ശക്തിയാകാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വർക്കലയിൽ പോലും എൽ ഡി എഫിന് 12ഉം എൻ ഡി എക്ക് 11ഉമാണ് സീറ്റ്. അവിടെ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. പലയിടത്തും ത്രിശങ്കു സഭ വരാൻ കാരണം എൻ ഡി എയുടെ പ്രസൻസാണ്. അതുകൊണ്ട് എൻ ഡി എ പെർഫോമൻസ് കുറവാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ ഒത്തിരിയുണ്ട്. പക്ഷെ എത്ര പോയാലും അതിനൊരു പരിമിതിയുമുണ്ട്, അതിനപ്പുറം പോകാൻ കഴിയില്ല. പക്ഷെ ട്രയാങ്കുലർ ആക്കി ബൈപോളാറിസത്തിനെ മാറ്റി എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ട പ്രത്യേകത. എൻ ഡി എക്ക് കൂടുതൽ പാർട്ട്നേഴ്സ് വരുമെന്ന്
നമുക്ക് എളുപ്പം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിനെ വിപുലപ്പെടുത്താനുള്ള ശക്തിയും കുറവാണ്. അൺലെസ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ഒരു പാർട്ടിയോ ഒരു റിലിജിയനോ അവരെ സപ്പോർട്ട് ചെയ്യാതെ ദേ കാൺ മൂവ് ഫോർവേഡ്. അതിന് സ്ട്രെങ്ത് അത് വളരെയധികം റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്സിലാണ് ഇന്ത്യയെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് ദേശീയ കാഴ്ചപ്പാടിൽ നിന്ന് ഇതിനെ കാണാനില്ല, പറ്റില്ല. ഈ പരിമിതികൾ അറിയുന്നത് കൊണ്ടായിരിക്കണം കേന്ദ്ര നേതൃത്വം ഹൈദരാബാദിലോ ഉള്ള ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പങ്കെടുത്ത പോലെ കേരളത്തിൽ വന്ന് പങ്കെടുക്കാതിരുന്നത് എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം അബ്രഹാം സാറിനോടാണ്. സാർ, നമ്മൾ 2016 നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കുകയാണ്, ഇലക്ഷൻ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ 4 ജില്ലകളിൽ കോൺഗ്രസിന് MLA ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. കൊല്ലത്തില്ല, ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പത്തനംതിട്ടയില്ല, കാസർഗോഡും വേറെ ഒരു ജില്ലയിലും കൂടെ കോൺഗ്രസിന് MLA ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും കോൺഗ്രസിന്റെ നില പരുങ്ങലിൽ തന്നെയാണ്. മലപ്പുറവും എറണാകുളവും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ശക്തമായ കോട്ട എന്നൊക്കെ പറയാൻ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് വേറെ ഒരു സ്ഥലമുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കേരളത്തിലെ എന്താണ് സാർ കാണുന്നത്? ഓക്കെ, ഞാൻ ഡോക്ടർ ധനു പറഞ്ഞതിനോട് 1-2 കമന്റ് കൂട്ടിച്ചേർക്കാനാ. അതെ, ഗോകുമാർ സാറിനോടും പിന്നെ ഞാൻ ചോദിച്ചതിന്റെ ആൻസർ കൂടെ ആയിക്കോളൂ. ധനു പറഞ്ഞത് ശരിയാ, കേരളത്തില് ഇപ്പൊ അങ്ങനെ ആക്കി തീർത്തു എനിക്ക് തോന്നുന്നേ. എന്റെ ഓർമ്മ 90-കളിലെ കരുണാകരനെ എ സ്ട്രോങ് ലീഡർ. ആ സമയത്ത് അന്നത്തെ ഓപ്പോസിഷൻ കരുണാകരനെ പേഴ്സണലൈസ് ചെയ്യുന്ന അറ്റാക്ക് ആയിരുന്നു. അതുപോലെ മാധ്യമങ്ങൾ. ആൻഡ് ഹി വാസ് വെരി പവർഫുൾ. എനിക്ക് തോന്നുന്നത് ഹി വാസ് എ ബെറ്റർ അഡ്മിനിസ്ട്രേറ്റർ. പിണറായിക്കാലും നല്ല നിയന്ത്രണമുള്ള ശക്തനായ ഒരു നേതാവ്. റിയലി ചാണക്യ. ഒരു വ്യത്യാസമുള്ള അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ ആൾക്കാർ കാലുവാരി ദ്രോഹിച്ചു. പിണറായിക്ക് ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. പിണറായിക്കും യു ഹാവ് എന്താ പറയുക ബെല്ലിജറന്റ് മീഡിയ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി പിണറായിയാണ്. അപ്പൊ ഇടി കൊടുക്കും തോറും അധികം ശക്തമായി വരികയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികള് ആരോ ഇന്നലെ ഒരു അല്പം ലൈറ്റ് ഹാർട്ടഡ് പറഞ്ഞ പിണറായി വിജയൻ ഫൈറ്റ് ചെയ്തത് ഇവിടുത്തെ മീഡിയ, പിന്നെ ഓപ്പോസിഷൻ, പിന്നെ മൂന്നാമതൊരു ഓപ്പോസിഷൻ ഗ്രൂപ്പ് ഉണ്ടാണ് സെൻട്രൽ ഏജൻസി. അപ്പൊ 3 പേരെ ഫൈറ്റ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അതിൽ നർമ്മത്തോട്ടാണെങ്കിലും മർമ്മത്തെ തൊടുന്ന ഒരു കമന്റ് തന്നെയാണ് അത്. പിന്നെ കോൺഗ്രസിനെ പറ്റി അപ്പൊ അങ്ങനെയാണ് പിണറായി ഇങ്ങനെ ശക്തനായിക്ക് ലാഗപ്പെട്ടത്. പിന്നെ കോൺഗ്രസിനെ പറ്റി പറയുമ്പോ ധനു പറഞ്ഞത് ശരിയായി കേട്ടോ. അവർക്ക് ലീഡർ ഇല്ല, എല്ലാവരും ലീഡറാണ്. അവരതിന് പറയുന്നത് ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. അപ്പൊ എല്ലാവർക്കും വായി തോന്നുന്നു പറയാമല്ലോ ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഒരു യൂണിറ്റി ഇല്ല. ശരി, നമുക്ക് ചിലപ്പോൾ ഇറ്റ്സ് എ പാക്ക് ഓഫ് ജോക്ക് കേൾക്കാമല്ലോ അല്ലേ. കേരളത്തില് നാഷണൽ ലെവലിലും മോശമല്ല കേട്ടോ. കേരളത്തിലും ഇവരെ ഒരു പാക്ക് ഓഫ് ജോക്കേഴ്സിനെ പോലെ യാതൊരു അച്ചടക്കവുമില്ല. പക്ഷെ ഇതുകൊണ്ട് ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടോ സംഘടനാ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കില്ല. കാരണം 92-ല് ഇതുപോലെ തന്നെ കോൺഗ്രസിൽ അന്തർചിത്രം ഉണ്ടായിരുന്നു. നിർത്തിയ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിട്ട് 3 പേരെ നിർത്തി. അവർ 3 പേര് ജയിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഈ പാർട്ടിയിലെ അന്തർചിത്രവും സംഘടനാ ദൗർബല്യമൊക്കെ ഉണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് അവർ ജയിക്കുന്ന പാർട്ടിയുടെ ഗുണദോഷം കൊണ്ടല്ല. ഇത് കൂടി എനിക്ക് നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ കൊള്ളാം. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സാധാരണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ മിക്കവാറും LDF ജയിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്. ഏറ്റവും 2015 പ്രതിപക്ഷത്തായിരുന്നു. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ആരോപണങ്ങളില്ല, പ്രത്യേകിച്ച് ആരോപണങ്ങൾ കേൾക്കും വേണം. പക്ഷെ അതുപോലെ എല്ലാവരും എത്തുന്നു. എല്ലാത്തരം ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ജയിച്ച് കയറിയോണ്ടാണ് ഞാൻ പറഞ്ഞ ഇത് ഗംഭീര വിജയം എന്ന് പറഞ്ഞത്. ഇവര് കോൺഗ്രസിന്റെ പ്രശ്നം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി തന്നെയാണെങ്കിലും
അവർക്ക് വ്യക്തമായ ഒരു പോളിസി ഇല്ല, ഒരു സ്ട്രാറ്റജി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡു ദേ ഹാവ് എനി സ്റ്റാൻഡ്? എന്ത് സ്റ്റാൻഡാണ് ഉള്ളത്? രാവിലെ തന്നെ ഇപ്പൊ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ മുല്ലപ്പള്ളി മാത്രമല്ല, ഒരു ഒട്ടും ഇംപ്രസ് ചെയ്യാത്ത ഒരു എന്താ പറയാ ഒരു പ്രതിപക്ഷ നേതാവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ സഹായമായിട്ടുള്ള മാധ്യമങ്ങൾ എന്തെങ്കിലും കാര്യം കൊടുക്കും, അതിങ്ങനെ പ്രസ്താവിച്ചു നടക്കും. പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയൊന്നും അങ്ങനെയല്ല. ആ സ്റ്റാച്യു. അപ്പൊ ഇതൊക്കെ കോൺഗ്രസിനെ ബാധിക്കും. കോൺഗ്രസ് ഇപ്പൊ ഒരു ഡിഫറെന്റ് പാർട്ടിയായിട്ട് നാഷണൽ ലെവലിലെ പോലെ തന്നെ കേരളത്തിലും അതിന്റെ ബുദ്ധിമുട്ടതാണ്. അവർക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ വരികയാണ്. അപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഇവർക്ക് ഇല്ലാതെ പോകുന്നുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ഞാൻ UDF ആയിട്ട് പറയല്ല, ഞാൻ കോൺഗ്രസിനെ പറ്റി പറയാനുള്ളൂ. അപ്പോ അവസാനമായിട്ട് BJP അവരുടെ പെർഫോമൻസ് മെച്ചമാക്കിയിട്ടുണ്ട്, ഞാൻ ഇല്ലാന്ന് പറഞ്ഞല്ല. ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു അത് സാറും എഗ്രി ചെയ്ത് തോന്നുന്നു, അവരുണ്ടാക്കിയിട്ടില്ല എന്ന് ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പൊ പഞ്ചായത്ത് തന്നെ, ഗ്രാമപഞ്ചായത്ത് 933 933 ആയിരുന്നു, 1181 കിട്ടി, വളർച്ചയുണ്ട്. ബ്ലോക്ക് ഇറ്റ് വാസ് 21, ഇപ്പൊ 37 കിട്ടി. 16 ബ്ലോക്ക് വാർഡുകൾ, ബ്ലോക്കില്ല. പിന്നെ മുനിസിപ്പൽ വാർഡ്സ് അവർക്ക് ഇത്തവണ 320 കിട്ടി, 236 ഉണ്ടായിരുന്നുള്ളൂ, ഓൾമോസ്റ്റ് 100. കോർപ്പറേഷനിൽ 51, 59. അപ്പോൾ അങ്ങനെ വളർച്ചയുണ്ട്. ഇത് ഡിസൈസീവ് അല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയെന്ന് തോന്നുന്നു, ഏറ്റവും ഇതിന് പൊളിറ്റിക്കൽ ഡയമെൻഷൻ കിട്ടുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്താണ്. അതറിയാം ഏത് മുന്നണിക്ക് അനുകൂലമാണെന്ന്. ഈ BJPക്ക് 2 വാർഡ് കിട്ടിയിട്ടുള്ളൂ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം 7-7 ആയിരുന്നു UDF LDF. പക്ഷെ ഇത്തവണ LDF മിനിമം 10, UDFന് ഷുവറായിട്ട് 2 ഉള്ളൂ. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പിക്ചർ ആയിരുന്നു നമുക്ക് ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ. അതാണ് ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അതൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു. അപ്പോ ഇനി സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സോഷ്യൽ ബേസ് BJPയുടെ ഓപ്റ്റിമം ലെവലിൽ എത്തിയെന്നാണ്. ഇനി വേണമെങ്കിൽ അവർക്ക് നമ്മൾ പറയപ്പെടുന്ന കേട്ടോ, ഞങ്ങളാരും പറയുന്നതല്ല, അപ്പർ കാസ്റ്റിൽ നിന്ന് ആരെയും കിട്ടാനില്ല, അതിൻ്റെ താഴെയുള്ളത്. അതിന് ലെഫ്റ്റ് വീക്കാണ്, ലെഫ്റ്റിൽ നിന്ന് പൊഴിഞ്ഞു പോകണം. ലെഫ്റ്റിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നുണ്ട്, ഇല്ല പറയല്ല. അതിന് BJP ഉപയോഗിക്കുന്ന തന്ത്രം, അവരൊരു പൊളിറ്റിക്കൽ കാസ്റ്റിംഗ് ഓൺ ദി റിലീജിയസ് ഓർ സോഷ്യൽ കാസ്റ്റിംഗ്, പൊളിറ്റിക്കൽ കാസ്റ്റ് അവരുടെ, അല്ലാതെ റിലീജിയൻ പഴയ പോലെ അവർ ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് വന്നാൽ എല്ലാവരും ഒരേ കാസ്റ്റാണ്, ഒരേ രീതിയിൽ നിന്നുള്ള ഇംപ്രഷൻ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലും ആ ഇഫക്റ്റ് സംഭവിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സാറ് പറഞ്ഞതിനോട് എനിക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ളത്, അത് ഡിഫറെന്റ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു കമന്റേ ഉള്ളൂ. അല്ല സാറിനോട് യോജിക്കുക, ഐ എം സോറി, കേരളത്തിന് ശക്തമായ ഒരു സെക്യുലർ മനസ്സുണ്ട്. വി ആർ എൻലൈറ്റഡ്. അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ആർക്കും ഈ ഒരു വളരെ വളരെ എന്താ പറയാ, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വർഗീയത ചെലുത്തിയല്ല ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ മാറ്റം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളും, പകുതി ഹിന്ദുക്കൾ പോലും BJPയുടെ കൂടെ ഇല്ല, മറ്റു പാർട്ടികളില്ല. അത് എൻലൈറ്റഡ് ഹിന്ദുസാണ്, അവർ സെക്യുലർ. നമ്മുടെ ഒരു ഗുണമാണെന്ന് പറയുന്നത് കേരളത്തിൻ്റെ, അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല. പക്ഷേ തന്നൂർ സൂചിപ്പിച്ചായിരുന്നു, ഇവിടെ ഇവരുടെ അടിയിലത്തെ മണ്ണ് ഒലിച്ചു പോയതാൽ ലെഫ്റ്റ് ഇപ്പം അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ
പ്രീണിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ സെൻട്രൽ ട്രാവൻകൂറിലെ കേരള കോൺഗ്രസ് മാത്രമല്ല, നമ്മൾ കേരള കോൺഗ്രസ് മാറിയപ്പോ ഒരു വെറും ഒരു അരിത്തമാറ്റിക്കൽ ഇതായിട്ട് കൂട്ടിയാൽ പോരാ. വളരെ ഇടതുപക്ഷത്തിന് വളരെ അപ്രാപ്യമായ സിറിയൻ കാത്തലിക് കമ്മ്യൂണിറ്റി അവര് കേരള കോൺഗ്രസിന്റെ ചിറകിലേറി ഇത്തവണ LDF വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഒന്ന്, അവർക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. രണ്ടാമത്, ഇടതുപക്ഷം അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. മൂന്നാമത്, ഒരു ആന്റി ഇസ്ലാമിക് വികാരമുണ്ട്. രണ്ടാമതായിട്ട്, സെൻട്രൽ ട്രാവൻകൂറിലെ നോൺ കാത്തലിക് ക്രിസ്ത്യൻസ്, ഓർത്തഡോക്സ് വിഭാഗം പഴയതുപോലെ അല്ല. അതൊക്കെ കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആയിരുന്നു. നല്ല ഒരു വിഭാഗം ആൾക്കാർ ലെഫ്റ്റിലൂടെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം ഇവിടുന്ന് പോയെന്നാൽ അവിടെ കിട്ടണം. അത് തന്നെയാണ് അവർ മലബാറിലും ഈ ലെഫ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനങ്ങളെ എങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ എല്ലാം ഈ കമ്മ്യൂണൽ അപ്പീസ്മെന്റ് സംഭവം, കാരണം അതുകൊണ്ട് വെൽ എൻട്രൻസ്ഡ്. ഓക്കെ, അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പില് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവിടെ എല്ലാവരും ഇനി മിണ്ടാതിരിക്കുന്നു. നോ നോ നോ, എൻ്റെ ഒരു പക്ഷേ എന്താ പറയാ, ഒരു വിശ്വാസമല്ല, എൻ്റെ ഒരു ധാരണ, ഈ ലെവലിലാണെങ്കിൽ എൽ ഡി എഫിന് വേറെ, സാറ് പറഞ്ഞതിന് യോജിക്കുന്നുണ്ട്. ഈ വെൽഫെയർ മെഷേഴ്സ് മാത്രമല്ല, ഇവിടുത്തെ ഡെവലപ്മെന്റ് വളരെ ഒബ്ജക്റ്റീവായിട്ട് നോക്കുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വർക്ക്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പർ ക്ലാസ്, അവർ പോലും ദേ ആർ ഇംപ്രസ്ഡ് ഓഫ് പിണറായി. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പഴയ ക്ലീശ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. അതായിരിക്കാം. പക്ഷെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അവരുടെ ഔട്ട്ലുക്കിലും. അപ്പോ ഈ ഇങ്ങനെ പോയെന്നാല് ഇവരെ തകർക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഏറ്റവും പറ്റിയ ആയുധം മറ്റു പലയിടത്തും ഉപയോഗിച്ച പോലെ തന്നെ സെൻട്രൽ ഏജൻസിയെ കൊണ്ട് മാക്സിമം ഇനിയും പല കസരത്തുകളും സാർ പറഞ്ഞ പോലെ തന്നെ നടത്തും മാധ്യമങ്ങളും. ദാറ്റ് ഈസ് അതിനെ അതിജീവിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു LDF-ന്. താങ്ക് ഗോഡ് ഇപ്പൊ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയ മാത്രമുള്ളെങ്കിൽ എനിക്കൊന്ന് LDF ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുകൊണ്ടാണ് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ശരിയാണെന്ന് തോന്നുന്നു. വളരെ ഡെവലപ്മെന്റ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പരിധി വരെ സോഷ്യൽ മീഡിയയിലൂടെ LDF-ന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. ധനുസാറിനൊരു പെട്ടെന്നൊരു അഭിപ്രായം, ഈ ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 LDF 7 UDF വരുന്നു. ഹലോ, കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജ് എടുത്ത് നോക്കിയാലും ജയിച്ച വൻഭൂരിപക്ഷത്തിൽ ജയിച്ച LDF-ന്റെ പോളിംഗ് ശതമാനം 37.6, അതുപോലെ തന്നെ UDF-ന്റെ 37.2. ചെറിയ ഒരു നിസാരമായ പോളിംഗ് ശതമാനത്തിന്റെ വ്യത്യാസത്തിലാണ് വ്യത്യാസമായ പോളിംഗ് പെർസെന്റേജ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് UDF നേതൃത്വം പറഞ്ഞത് UDF-ന്റെ അടിത്തറ തകർന്നിട്ടില്ല, അവരുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പഴയ വോട്ട് ബാങ്ക് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇന്നലത്തെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 10 ജില്ലാ പഞ്ചായത്തുകൾ LDF-നൊപ്പവും 2 ജില്ലാ പഞ്ചായത്ത് മാത്രം UDF-നൊപ്പവും 2 ഹങ്ങും ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അവസാനം വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ പൊതുവെ രാഷ്ട്രീയ വോട്ടുകളാണെന്നാണ് അബ്രഹാം സാർ പറഞ്ഞ പോലെ പറയപ്പെടാറുള്ളത്. എന്തായിരിക്കും അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ? അതാണ് ഒരു ചോദ്യം. അതുകൂടാതെ തന്നെ ശ്വസിക്കുമ്പോൾ പോലും രാഷ്ട്രീയമുള്ളവർ എന്ന് പറയപ്പെടുന്ന ഈ പ്രബുദ്ധരായ രാഷ്ട്രീയ അവബോധമുള്ള മലയാളികളുള്ള കേരളത്തിൽ 2020 പോലെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രസ്ഥാനം ഉണ്ടായി വരികയും അത് ഇന്ന് 4 പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കാവുന്ന രീതിയിൽ വളരുകയും ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ ഒരു നിലനിൽപ്പ് എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു ഭാവി എന്തായിരിക്കും? ഓക്കെ, ആദ്യത്തെ ചോദ്യം ജില്ലാ പഞ്ചായത്തിനെ പറ്റിയുള്ളതിൽ എനിക്ക് ചെറിയൊരു വ്യത്യസ്തമായൊരു ഇൻസൈറ്റ് ഉണ്ട്. അതായത് ജില്ലാ പഞ്ചായത്തുകള് നമ്മൾ ഇപ്പോൾ 10-2-2-2 അല്ലെങ്കിൽ 10-3-1 എന്ന് പറയുമ്പോഴും
ജില്ലാ പഞ്ചായത്തുകൾ റെപ്രസെന്റ് ചെയ്യാത്ത കോർപ്പറേഷനുകളുണ്ട് കേരളത്തിൽ. 6 കോർപ്പറേഷൻ ഭാഗത്തുനിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്താറില്ല. അതായത് നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ നിന്നും ഉള്ള റെപ്രസെന്റേഷൻ നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളില്ല. അതേസമയം തന്നെ നമ്മുടെ 6 കോർപ്പറേഷനുകളിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ 4-2 എന്നുള്ള രീതിയിലാണ്. അതായത് ചില സ്ഥലങ്ങളിൽ ഹങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അതായത് ഇവിടെ കേരളത്തില് അസംബ്ലി സീറ്റുകൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ഏകദേശം ഒരു 10-22 സീറ്റുകൾ നമ്മൾ ഈ 6 കോർപ്പറേഷൻ പരിധിയിൽ വരും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കൊച്ചിയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ 4-5 വരുന്നുണ്ട്. അതേപോലെ അപ്പൊ നമ്മളൊരു ഓൺ ആൻ ആവറേജ് 4 സീറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 6 കോർപ്പറേഷനുകളിൽ 24-25 സീറ്റ് കിട്ടും. ഈ 24-25 സീറ്റുകളിൽ ശരിക്കും പറഞ്ഞ വ്യക്തമായൊരു സൂചന നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നഗരത്തിലെ ആൾക്കാർ കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ചിന്തിച്ചിരിക്കുന്നത് ഇപ്പോഴും. അവർക്ക് ആ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അതേ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല നഗരപ്രദേശങ്ങളിലെ വോട്ട് വളരെ കുറവായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം ഏറ്റവും കുറവ്, കൊല്ലം 3ാമത്തെ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു വോട്ടെടുപ്പില്. എറണാകുളത്ത് പോലും വളരെ കുറഞ്ഞ ശതമാനം വോട്ടെടുപ്പ് പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും കാരണവശാൽ ഇനിയിപ്പോ UDF-നുള്ള ഒരു പ്രോസ്പെക്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഈ അണികളെ അല്ലെങ്കിൽ സ്ട്രക്ചറലി അവർക്കൊരു ഉണർവ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പോൾ പെർസെൻറ്റേജിൽ ഒരു 3-4% കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് വലിയ രീതിയിൽ നമ്മുടെ ഒരു ഇലക്ഷൻ റിസൾട്ട്സിനെ നിയമസഭ ഇലക്ഷൻ റിസൾട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ആരുടെ ഭാഗത്തേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൺവെൻഷനലി ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ ഇലക്ഷൻ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ, പോൾ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ UDF-ന് കുറച്ചുകൂടി ഉണ്ടെന്ന് തരാം. അപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പൊളിറ്റിക്കൽ വോട്ട് ആണെങ്കിൽ പോലും ഇവിടെ ഒരു 20-25 സീറ്റുകൾ ഇപ്പോഴും എന്താ പറയാ കോർപ്പറേഷന്റെ വിധി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് ജില്ലാ പഞ്ചായത്തിനെ പറ്റി തന്നെ പറയും. എക്സസ് വിധാനു കോർപ്പറേഷൻ മാത്രമല്ല നമ്മുടെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തിലേക്ക് വരുന്നത്. അതെ അതെ ഞാൻ ഈ കോർപ്പറേഷനും പിന്നെ മുനിസിപ്പാലിറ്റി അപ്പൊ അവിടെയും UDF-ന് അവിടെ നേട്ടം മുൻതൂക്കം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജില്ലാ പഞ്ചായത്ത്, ഞാൻ ഇന്നലെയും ഒരു ടെലിവിഷൻ ചാനലിൽ ഇതിനെ പറ്റി ആർഗ്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. ആർക്കും മനസ്സിലാകുന്നൊരു കാര്യം പ്രശ്നമാണ്. നമ്മൾ അതൊരു പൊളിറ്റിക്കൽ വോട്ടാണെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ എനിക്ക് ഒരു പോയിന്റ് കൂടിയുണ്ട് ജില്ലാ പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ. നമ്മൾ സാധാരണ വോട്ടിന് പോകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, 3ാമതാണ് നമ്മൾ ജില്ലാ പഞ്ചായത്ത് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഞാൻ പൊതുവെ കണ്ടേക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഗ്രാമപഞ്ചായത്തില് നമ്മൾ വോട്ട് ചെയ്യുന്ന 3ാമത്തെ വോട്ടാകുമ്പോൾ നമുക്ക് ക്ഷീണമാവും. ഞാൻ പൊതുവെ കണ്ടേക്കണം. ഞാനിപ്പോ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഞാൻ കുറച്ച് പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്താണ് ആൾക്കാരെ. അത് 3ാമത്തെ മെഷീനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇനിയിപ്പോ 2 ചെയ്തിന് 3 പിന്നെ ഒരു കുത്തുകയാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെയാണോ അത് ഡയറക്ട്ലി കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് 3ാമത് ചെയ്യുമ്പോൾ. പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ട്രെൻഡും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ പൊളിറ്റിക്കൽ വോട്ടാണ്, അതുകൊണ്ട് LDF-ന് മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇടപെട്ടെ. ഈ പൊതുവിൽ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ. അതെ. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ലോക്കൽ പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ പ്രാദേശിക വികസന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും തങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ് പഞ്ചായത്ത് വാർഡുകളിൽ. പക്ഷെ 2ഉം 3ഉം ബ്ലോക്കിലും പഞ്ചായത്തിലും ചെല്ലുമ്പോൾ അത് പൊളിറ്റിക്കൽ ആവുകയാണ്. ഇപ്പൊ കേരളത്തില് നമ്മൾ പഴയ CSDS-ന്റെ സ്റ്റഡീസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ പ്രോസസ്സിന് ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുന്നത്. 3ാമത്തെ വോട്ട് ചെയ്യുമ്പോൾ അയാൾ തളരുകയല്ല, ഈ ബിക്കംസ് മോർ പൊളിറ്റിക്കൽ. ബ്ലോക്കിലും ജില്ലയിലും അയാൾ പൊളിറ്റിക്കലാണ്. ഇപ്പം ഞാനൊരു ഗ്രാമത്തിൽ താമസിക്കുകയാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ കക്ഷി മറന്ന് അയാൾക്ക് വോട്ട് ചെയ്യും. പക്ഷെ ഞാൻ ബ്ലോക്കിലും പ്രത്യേകിച്ച് ജില്ലയിൽ എൻ്റെ രാഷ്ട്രീയം വിടാതെ വോട്ട് ചെയ്യും. ഞാനൊരു വോട്ടറുടെ സൈക്കോളജി എന്ന് പറയാം. അതുകൊണ്ട് 3ാമത്തെ വോട്ട് തളരുന്ന വോട്ടല്ല, അത് യഥാർത്ഥ രാഷ്ട്രീയ വോട്ടാണ്. ടിക്കറ്റ് കേരളത്തിലെ വോട്ടർക്ക് പ്രത്യേക കഴിവുണ്ട്. പണ്ട് ഒരേ ദിവസം തന്നെ
ബാലറ്റ് കൊടുക്കുമ്പോൾ, പാർലമെന്റിനും അസംബ്ലിക്കും ബാലറ്റ് കൊടുക്കുമ്പോൾ അസംബ്ലിയിൽ ചെയ്യുന്ന അതേ ഭൂരിപക്ഷം LDF-നോ UDF-നോ പാർലമെന്റിൽ കിട്ടുന്നില്ല. വ്യക്തമായ വ്യത്യാസം. ഇതാണ് ഞാൻ ചോദിച്ചത്. അല്ല സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ തളരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല്, ഈ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വോട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒബ്സർവേഷൻ കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് വിട്ടുകളയണോ എന്നുള്ളൊരു സംശയവും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ ഒരു അക്കാഡമിക് ലെവലിൽ ചർച്ച ചെയ്യേണ്ടതാണ് കൂടുതലും. ഒരു കാര്യം, ഈ ജില്ലാ പഞ്ചായത്തിലെ വോട്ടിംഗ് ശതമാനം കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 0.4 വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ആ കണക്ക് കിട്ടുമ്പോൾ നമുക്ക് ബൈപോളാറിസം ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യാം. എക്സാക്ട്ലി അവിടെയും ബൈപോളാറിസം അനലൈസ് ചെയ്യാം. കാരണം 37.6 എന്നുള്ളത് UDF-ന് അത് ഒരിക്കലും അത്രയും കിട്ടാൻ വഴിയില്ല. ഒരുപക്ഷെ LDF-ന് ഒരു 38, 39, 40 വരെയൊക്കെ പോകാൻ വഴിയുണ്ട്. UDF-ന് ഗണ്യമായി കുറയാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞാലത്തെ പോലെയുള്ളൊരു ടൈറ്റ് ബൈപോളാറിസം ഈ ജില്ലാ കൗൺസിൽ ജില്ലാ പഞ്ചായത്തുകളിൽ കാണാൻ വഴിയില്ല. എന്തായാലും ഡേറ്റ വരട്ടെ. ട്രയാങ്കുലറിന്റെ ഇമ്പാക്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, V4 കൊച്ചിയും 2020 എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതിനെ പറ്റി. എനിക്കിപ്പോ എറണാകുളത്ത് എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് ശ്രീ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള അവർക്ക് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി. പക്ഷെ ഇവിടെ സാർ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ ചില 2020 പറ്റി പറയുകയാണെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാട്, കഴിഞ്ഞ 2015 ഇലക്ഷനും ഞാൻ അതിനെ കണ്ടത് അതൊരു തികച്ചും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് തികച്ചും പൊളിറ്റിക്കൽ അല്ല. അതിൽ മറ്റു ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങള് ഒരു കോർപ്പറേറ്റ് അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ഫോഴ്സ് ആണോ നമ്മുടെ നാട്ടിൽ വരേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്ക് വളരെ സംശയമുണ്ട്. അങ്ങനെ പറയാം. കാരണം നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ള, ഞാൻ ഒന്ന് രണ്ട് തവണ ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അതല്ലാതെ പല സ്റ്റഡീസ് കണ്ടതിൽ മനസ്സിലായത്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് പൊളിറ്റിക്കൽ അല്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവര് അല്ലാത്ത രീതിയിൽ പബ്ലിക്കിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 50 രൂപ ഇപ്പൊ നമ്മളിപ്പോ LDF-ന്റെ വിജയത്തിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ റേഷൻ സംവിധാനം വേറെ രീതിയിൽ അവർ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതായത് 50 രൂപക്കുള്ള അരി 30 രൂപക്ക് കൊടുക്കുകയും, അത് അരി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ PDS ഒന്നും നമ്മുടെ റേഷൻ കടയൊന്നും 2020 അവര് കൊടുക്കുന്ന രീതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. അവര് സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്, പ്രൊവിഷൻ സ്റ്റോഴ്സുകൾ നടത്തുന്നുണ്ട്. അവിടെ അവര് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അവർക്ക് പല കാർഡ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് BPL APL എന്നൊക്കെ പറഞ്ഞ പോലെ പല കാർഡ് സിസ്റ്റംസ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെലവ് ചുരുക്കി വളരെ ചീപ്പായിട്ട് പല സാധനങ്ങളും കിട്ടും. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആൾക്കാർ വെൽഫെയർ ഓറിയന്റഡ് ആണ്. അതായത് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ നമ്മള് കാറിൽ പോയി ഇറങ്ങി റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിന്ന് ഞാൻ നേരിട്ട് കണ്ടു പല സ്ഥലത്തും. അതേപോലെ അവിടെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഫ്രീ ലഞ്ച് ആണ്. ആക്ച്വലി ഒരു ഫ്രീ ലഞ്ച് കൊടുത്തിട്ട് നമ്മള് ഈ സിസ്റ്റത്തെ നമ്മൾ ഇങ്ങോട്ട് ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് I would advise CPPR to take up a small project on 2020. കാരണം ഇതൊരു അനമിക് ഫിനോമിനൻ ആണ്. കാരണം ഇത് അൺകൺവെൻഷണൽ പൊളിറ്റിക്സ് ആണ്. അത് അൺകൺവെൻഷണൽ ആയിട്ടൊരു പൊളിറ്റിക്സ്. അവർക്ക് പാർട്ടി പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളൂ, അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പങ്ക്, നല്ലൊരു പങ്ക് ഇതിലേക്ക് മാറ്റി വെക്കുന്നു. ആ പങ്ക് മാറ്റി വെച്ചുകൊണ്ടാണ് ഈ വളരെ വില കുറച്ച സാധനങ്ങൾ വിൽക്കുന്നത്. അതവർ ജനകീയമാക്കുന്നു. അപ്പൊ പ്രൈവറ്റ് കമ്പനികൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്നത് നിസ്സാര കാര്യമല്ല. അവരെ ഈ ജാംഷഡ്പൂരിലെ ടാറ്റ സിറ്റിനെ പോലെയാണിപ്പോ. അതെ, ഗ്രൂപ്പിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാഷ്ട്രമീമാംസ വിദ്യാർത്ഥികളെ കൊണ്ട് അത് പഠിപ്പിക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരു MA തീസിസ് എങ്കിലും ആക്കാനുള്ള ഒരു സാറേ. അത് മാത്രമല്ല കേട്ടോ, ഇവര് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും എല്ലാ ബെനിഫിറ്റും അവൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ അവര് ഇതൊക്കെ അതോടെ കിട്ടിക്കൊണ്ടാണ് ചെയ്തത്. അതെ, അല്ല ആ വോട്ടേഴ്സിനെ കണ്ടാലേ അത് അറിയാൻ പറ്റുള്ളൂ അവരെന്തുകൊണ്ടാണ്. നമ്മള് പുറമേ നിന്ന് എത്ര പറഞ്ഞാലും ശരിക്കും ഒരു ഫീൽഡ് വർക്ക്
എംപിരിക്കൽ സ്റ്റഡി നടത്താം. ഓക്കെ ഓക്കെ നടത്തിയപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റ് ഒരു സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പുസ്തകം എഴുതാനുള്ള ഒരു സ്കോപ്പ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം 2015 അന്നത്തെ സ്റ്റഡി പലരും കണ്ടു, അന്നത്തെ സ്റ്റഡീനെ വെച്ചിട്ടാണ് കേട്ടോ. അതായത് അന്നത്തെ അതിനേക്കാൾ വളർന്നു. തിരുവനന്തപുരം വികസനത്തെ കുറിച്ച് പറഞ്ഞപ്പോ വികസന മുന്നണിക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല. കാരണം കിറ്റക്സുമായിട്ട് അവരുമായിട്ട് ഒരു കമ്പാരിസൺ ഇല്ല. ഇവിടെ കുറച്ച് റിട്ടയർഡ് ഉദ്യോഗസ്ഥരും വിജയരാഘവനെ പോലെയുള്ള ടെക്നോക്രാറ്റ്സും കുറെ എസ്റ്റേറ്റ് ലോബികളും അങ്ങനെയുള്ളവർ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. പക്ഷെ അവർക്ക് രാഷ്ട്രീയമില്ല. ഇവർ അഴിമതിക്കാരാണ് രാഷ്ട്രീയക്കാര്. വികസനത്തിന് വേണ്ടി അതൊക്കെ പറയുമ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ട് ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുള്ള ബിസിനസ് ഗ്രൂപ്പുകാരാണ്. പക്ഷെ അങ്ങനെ വന്നെങ്കിലും അവർക്ക് 14 കാൻഡിഡേറ്റ്സിനെ കിട്ടിയുള്ളൂ. അവർ പിന്നെ പറഞ്ഞു നടന്നത് ഞങ്ങൾ 14 പേരെ നിർത്തിയുള്ളൂ, കൊള്ളാവുന്ന. ഈ 14 പേരില് പിന്നെ ഒരാൾ മാത്രമാണ്, 2 പേരാണ് 10% കളഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആകെ പോൾ ചെയ്തതിന്റെ 10% കിട്ടിയ 2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും 2%, 4%. അപ്പോൾ തിരുവനന്തപുരം വികസന മുന്നണി ഒട്ടും ക്ലിക്ക് ചെയ്യാത്തത് അതിന്റെ ലീഡർഷിപ്പ് ഒട്ടും പോരാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2020 ലീഡർഷിപ്പും പഠിക്കണം, മാസ് സൈക്കോളജിയും പഠിക്കണം. അത് പഠിച്ചിട്ട് നമുക്കൊരു അനാലിസിസ് നടത്തിയാൽ ഇങ്ങനെ ഇതിനെ അരാഷ്ട്രീയം എന്ന് പറയണ്ട. ദർ ഇസ് നത്തിങ് അപൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ. പക്ഷെ പാർട്ടി പൊളിറ്റിക്സ് അല്ല. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിട്ടുള്ളത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്നവിറ്റബിൾ ആണ്. പക്ഷെ എങ്ങനെ ഇന്നവിറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടും രാഷ്ട്രീയ പാർട്ടികളെ തോൽപ്പിച്ചുകൊണ്ട് 4 പഞ്ചായത്തുകൾ ഇവർ മുന്നേറി അടുത്തൊരു അസംബ്ലിയും പിടിച്ചടക്കുമെങ്കിൽ അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളാണ് മോശക്കാരാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തേക്കാം. അതായത് നമ്മള് ലോക്കൽ ഇലക്ഷൻ എന്ന് പറയുന്ന പാർട്ടിസിപ്പേറ്ററി, അതായത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി പാർട്ടി, ഇവിടെ ഒരു ഡെലിബറേറ്റീവ് ഡെമോക്രസിയുടെ ഒരു ഭാഗം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും നമ്മൾ സ്റ്റഡി ചെയ്യണം. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടി. അത് അങ്ങനെ വരുമ്പോ ഐഡിയോളജി ഒന്നും റിലവന്റ് അല്ലാന്ന് തെളിയിക്കല്ലേ. ഇങ്ങനെയുള്ള ലോക്കൽ ഇലക്ഷനില് ഐഡിയോളജി കട്ടക്രോസ് ചെയ്ത ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഈ പഞ്ചായത്തുകൾ നല്ലൊരു ഉദാഹരണമാണ്. പക്ഷെ അത് മുകളിലേക്ക് നടക്കുമോന്ന് അറിഞ്ഞില്ല, അസംബ്ലിയിലേക്കൊക്കെ നടക്കുമോന്ന് അറിഞ്ഞില്ല. എക്സ്ക്യൂസ് മീ, ധനു ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ചിട്ടേ അവിടെ എങ്ങനെയാണ് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ തന്ത്രങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. അവരെ പഠിച്ചോളൂ. ഈ രാഷ്ട്രീയക്കാരെ ഒട്ടും മോശമാവില്ല. അതുകൊണ്ടാണല്ലോ അവരെ ആക്രമിച്ചത്. അതുകൊണ്ടാണല്ലോ. ഈ ആക്രമിച്ച ആൾക്കാർക്ക് ഇന്നലെ വൈകുന്നേരം 1 ലക്ഷം രൂപ സമ്മാനം കൊടുത്തത് കണ്ടല്ലോ വീഡിയോയില്. ആക്രമിക്കപ്പെട്ട ഒരു ദമ്പതി ഫാമിലിയെ, സാബു ജോർജോ അയാളുടെ പേര്, സാബു, അയാള് വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിന്റെ വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് വാട്സപ്പിൽ വന്നു. 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുത്തു. വലിയൊരു ജനത അത് കൈയടിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അവരെ തല്ലുകൊണ്ട് പോയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വന്നാൽ 2 പേരും വോട്ട് ചെയ്തു. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് സഹിക്കുന്നില്ല. ഒരു കണക്കിന് നല്ലതാണ്. കാരണം എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ വന്നു. മറ്റത് ഈ 3 മുന്നണികളും പിറകോട്ടടിക്കുമ്പോൾ, പ്രവർത്തനത്തിൽ സ്റ്റാഗ്നേഷൻ വരുമ്പോൾ, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് മറ്റൊരു ഗ്രൂപ്പ് എമർജ് ചെയ്യുന്ന പറയുമ്പോൾ അവരെ വയലൻസ് കൊണ്ടല്ല, പെർഫോമൻസ് കൊണ്ട് തന്നെ തോൽപ്പിക്കണമെന്ന് ലെഫ്റ്റ് പാർട്ടീസിന് തോന്നും. അത് നല്ലൊരു ട്രെൻഡാണ് ഡെമോക്രസി. സാറേ, ഇപ്പോ അതില് എനിക്കൊരു ഐ ഹാവ് എ ഡിഫറൻസ് ഒപ്പീനിയൻ. ഈ വലിയ കുഷിൻ കസേര കയറിയിരുന്നുകൊണ്ട് രാഷ്ട്രീയക്കാരൊക്കെ മോശമാണ്, ഉദ്യോഗസ്ഥന്മാരൊക്കെ മോശമാണെന്ന് പറയുന്ന ആൾക്കാര് ഈക്വലി സാറേ they are also violators of law. പലതരത്തിലായിട്ട് എനിക്കറിയാം. അപ്പോ നമ്മുടെ ഡെമോക്രസിയില് ജനങ്ങൾ എന്തുമാത്രം യഥാ പ്രജ തഥാ രാജ എന്ന് പറയുന്ന പോലെയൊക്കെയാ. ഇപ്പോ ഇതൊന്നും നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ കിഴക്കമ്പലം പോപ്പുലർ ആവില്ലായിരുന്നു. അല്ല, അത് നമുക്ക് പഠിക്കണം. എന്തുകൊണ്ട് അവർക്ക് ജനകീയത കിട്ടുന്നു? ഒരു കാര്യം ഉറപ്പാണ്, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ പങ്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ സ്പെൻസ് ലോട്ട് ഓഫ് മണി. അത് CSR എന്നാണ്. ആക്ഷേപമുണ്ട്. പുള്ളിയുടെ റോഡൊക്കെ പലതും ഉണ്ടാക്കിയത് പുള്ളിയുടെ കമ്പനിയിലേക്ക്. അത് എനിക്കറിയില്ല കേട്ടോ, ആക്ഷേപങ്ങളായിരിക്കാം. നമ്മളതൊക്കെ അന്വേഷിക്കണം. നമുക്കൊന്നും പഠിക്കാം. അത് മാത്രമല്ല, ആ പഠനത്തില് ഈ മോഡി വന്നതിന് ശേഷം നടപ്പിലാക്കിയ ഒരു സ്കീം എന്ന് പറയുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിനെയും ദത്തെടുക്കുക എന്നുള്ള ഒരു സ്കീം നടപ്പിലാക്കിയായിരുന്നു. അത് സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓരോ MP-മാരും അതേപോലെ ഓരോ കമ്പനികളെ കൊണ്ടും സ്പോൺസർ ചെയ്യിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു കോൺട്രാസ്റ്റ് ആണ് ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്ത്. അവിടെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ പോലും കുറച്ച് മേഖലയില് ഒരു പ്രദേശത്ത് അവിടുത്തെ ഒരു കമ്പനി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ഇതേ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സുകൾ, അണ്ടർടേക്കിങ്സുകൾ ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് CSR ഫണ്ട് അതാത് പ്രദേശങ്ങളിൽ നൈബർഹുഡ് ഏരിയയിൽ
അവര് യൂട്ടിലൈസ് ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ഇന്നത്തെ. അപ്പോ എന്തായാലും നമുക്കിത് പഠിച്ചതിന് ശേഷം അതിനെപ്പറ്റി കൂടുതൽ വിശകലനം ചെയ്യാം. സാർ, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ കോൺഗ്രസിന്റെ ഇപ്പൊ കണ്ട ഒരു പെർഫോമൻസ് അനുസരിച്ച് ഒരു നേതൃത്വ മാറ്റം പ്രതീക്ഷിക്കാമോ? നമുക്കറിയാം, കേന്ദ്രത്തിൽ അവർ നേതൃത്വ മാറ്റം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 2019 ശേഷം ആൾമോസ്റ്റ് 2 കൊല്ലത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെ ഒരു ഇലക്ഷൻ നടത്താനോ, ഒരു ഉൾപാർട്ടി ഇലക്ഷൻ നടത്താനോ, ഒരു ദേശീയ നേതൃത്വത്തിലേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാനോ സാധിച്ചിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു നേതൃത്വ മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതുകൂടാതെ തന്നെ ധൻസാർ പറഞ്ഞ പോലെ നമ്മളൊരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇതിന് പകരം നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു തന്ത്രമായിരിക്കണം LDF വരുന്ന അസംബ്ലി ഇലക്ഷനുകളിൽ പിന്തുടരേണ്ടത്. അങ്ങനെ എടുത്തു പറയാൻ UDF-ൽ ആരായിരിക്കും? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമുക്ക് ഗോപകുമാർ സാറിന് തുടങ്ങാം. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് മാറ്റം നടക്കാൻ പോകുന്നില്ല. അത് വളരെ കൺക്ലൂസീവ് ആണ്. മനസാക്ഷി അനുസരിച്ച് ആരെങ്കിലും രാജിവെച്ച് മാറിയെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷെ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് എപ്പോഴും അവരുടെ ഡിസിഡൻസിനെ ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, എല്ലാവർക്കും എല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അതിനെ നശിപ്പിച്ചു. കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് അതിനെ നശിപ്പിച്ചു. കോൺഗ്രസ് ഒരു ഇലക്ടറൽ പാർട്ടിയായിരുന്നു, ജയിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ലീഡർഷിപ്പ് കൂടെ നശിച്ചോടുകൂടി ആ സ്ട്രാറ്റജീസ് ഒന്നും ക്ലിക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് കേന്ദ്രത്തിൽ NDAയും കേരളത്തിൽ ലെഫ്റ്റും കൂടെ വന്നപ്പോൾ അവർക്ക് ഒരു ഇലക്ടറൽ വിക്ടറി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ച് അവരുടെ ഇല്ല. അതപ്പോൾ തീർച്ചയായിട്ടും ഇത് നേരത്തെ കൂട്ടി ആലോചിക്കേണ്ടിയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാവുന്നത്, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയായിരുന്നു ഏറ്റവും നല്ല ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്. ഐ വുഡ് സബ്മിറ്റ് ലൈക്ക് ദാറ്റ്. ഹി വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഫോർ ദി കോൺഗ്രസ് പാർട്ടി ആൻഡ് ദ UDF. രമേശ് ചെന്നിത്തല വ്യക്തിപരമായിട്ടൊക്കെ നല്ല ആളായിരിക്കാം, പക്ഷേ ഈ LDF-ന്റെ ആക്രമണത്തെ ചെറുക്കാവുന്ന രീതിയിലുള്ള ഒരു പോപ്പുലിസ്റ്റ് അപ്രോച്ച് എടുക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സ്റ്റൈലും സ്ട്രാറ്റജിയും ഒക്കെ വേണം. അതിനുള്ളൊരു കഴിവ്, ഒരു പോപ്പുലിസം, അത് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു 50 പേരോ 100 പേരോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ജനകീയതയുള്ള ഒരു നേതാവ്, അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ്, നേരത്തെ പറഞ്ഞ പ്രസിഡൻഷ്യൽ പൊളിറ്റിക്സ് സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ, ആ പ്രസിഡൻഷ്യൽ സ്റ്റൈൽ എന്ന് പറയുന്നത് പിണറായിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് മോദിയിൽ നിന്ന് കടമെടുത്ത ആശയം തന്നെയാണ്. അതുകൊണ്ടാണ് ചില വിമർശകർ മുണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ അസേർഷൻ, പിണറായിയുടെ ആ അസേർഷൻ, അധികാര ശക്തി, എതിരാളികളെ ഒതുക്കുന്ന രീതി, അതൊക്കെ അതോടൊപ്പം തന്നെ അച്ചടക്കമുണ്ട്. പിന്നെ നല്ല പഞ്ചുണ്ട്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അതോടൊപ്പം തന്നെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും നല്ല പഞ്ചുണ്ട്. പത്രലേഖകർക്ക് ഉരുളയ്ക്കുപ്പേരി എന്നുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു നേതൃത്വത്തിന്റെ ഒരു ശക്തിയായിട്ട് കാണും. ഈ മറുവശത്ത് അങ്ങനെ കാണുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ ഒരു അധികാര കേന്ദ്രീകൃതമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഒരു വലിയ പരിധിവരെ വിജയിച്ചു. പലപ്പോഴും ഈ അദ്ദേഹത്തിന് ചുറ്റും ഇരുന്ന പേപ്പറുകൾ നോക്കി ചെവിയിൽ ഒരു അഭിപ്രായം കേട്ട് പേപ്പറിൽ ഒരെണ്ണം ഒപ്പിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം ആ പൊസിഷൻ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യം പോയി. ആൾറെഡി ഹൈക്കമാൻഡ് ഒരു രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റി. ഇനി അതൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം, പിണറായിക്ക് മറുവശത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ലീഡർഷിപ്പ് ഇല്ല, നിർഭാഗ്യവശാൽ. അബ്രഹാം സാർ, എന്ത് തോന്നുന്നു? കേരളം ഒരു ലോകത്തെമ്പാടും ഇപ്പൊ കാണുന്ന പോലെ ഒരു ശക്തനായ ലീഡർക്ക് ചുറ്റും കറങ്ങുന്ന പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് മാറുകയാണോ? കോൺഗ്രസിന് എന്തെങ്കിലും ഒരു മറുപടി ഇതിന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാനതിനെ ഒരു പ്രസിഡൻഷ്യൽ രീതി എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഈ പാർലമെന്റ് രീതിയിൽ തന്നെ സ്ട്രോങ് ലീഡർ അതൊരു അത്യാവശ്യമാണ്. അതിപ്പോ നമുക്ക് നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇപ്പം മോഡി, അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന ചില പ്രൈം മിനിസ്റ്റേഴ്സ് ആരും സ്ട്രോങ് പേഴ്സണാലിറ്റീസ് അല്ലായിരുന്നു. പിന്നെ CM തന്നെ നമുക്ക് വി ഹാഡ് മെനി, കരുണാനിധി, ജയലളിത, അമരീന്ദർ സിംഗ്, BJP-യുടെ യെദ്യൂരപ്പ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അല്ലാത്തതുകൊണ്ട് തന്നെ പ്രയാസങ്ങളുണ്ട്.
അപ്പൊ കോൺഗ്രസിന് ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ബുദ്ധിമുട്ടാണ്. കാരണം അവര് ഇരിസ് എന്ന ഒരു അമാൽഗമേഷൻ ഓഫ് മെനി ഗ്രൂപ്പ്സ്. ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഞാൻ അതിനോട് പരിപൂർണ്ണ യോജിക്കുക. ഇപ്പൊ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഇപ്പൊ മാറ്റം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും. കാരണം ഈ 3-4 മാസമുള്ള അസംബ്ലി ഇലക്ഷൻ ഇവര് തന്നെ എങ്ങനെ ഒരു കളക്റ്റീവ് ഇനിയിപ്പോ ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ അത് കോൺഗ്രസ് ശ്രദ്ധിക്കണം. കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം ഇതാണ്. പിന്നെ നമ്മള് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഉമ്മൻചാണ്ടി വളരെ എന്താ പറയാ, ഒരു ചേസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. സാറ് പറഞ്ഞ പോലെ എല്ലാവരോടും നമ്മുടെ സൗമ്യമായിട്ടേ സംസാരിക്കത്തുള്ളൂ, വായി തോന്നുന്നങ്ങ് വിളിച്ചു പറയില്ല, മറ്റുള്ളവരെ മോശമായ ഭാഷയോട് ആക്രമിക്കുകയില്ല. ഇത് എനിക്ക് ഇപ്പോഴത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിനെ അറിഞ്ഞുകൂടാ. നമ്മള് മാന്യന്മാരുണ്ടല്ലോ കേരളത്തില്. അപ്പൊ അത് ഈ രമേശ് ചെന്നിത്തല പിണറായി വിജയനോ അല്ലെങ്കിൽ അത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ ഐ കാൻ സപ്പോർട്ട് ഓഫ് ഹിസ് ലാംഗ്വേജ്. അങ്ങനെയല്ല. അതുപോലെ മുല്ലപ്പള്ളിയൊക്കെ ചിലപ്പോൾ പരിധി വിടുന്നുണ്ടാക്കി അത് മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇത്തവണ എല്ലാ പാർട്ടികളിലും വളരെ ടി വിയിലൊക്കെ വന്നിരുന്ന് ചുമ്മാ വായി തോന്നുന്ന പോലെ സംസാരിക്കുന്ന 1-2 ഏജൻസ് ഞാൻ ധനുവിനറിയാം. അവർ തോറ്റുപോയി. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരാള്, അതുപോലെ തന്നെ തൃശ്ശൂര് CPM ഒരാളിവിടെ കോട്ടയത്ത്. ഇപ്പൊ ഈ എന്ത് പറഞ്ഞാലും കേരളത്തിൽ അത് ഒരു പ്രശ്നമാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഭാഷ, സംസ്കാരം, ഈ ഡിസ്പോസിഷൻ, ഇതൊക്കെ വളരെ ഇതാണ്. പിണറായി വിജയൻ ഈസ് വളരെ അത്ര പ്ലീസിങ് അല്ല, പക്ഷെ ഈ സ്പീക്സ് മിനിമം. വളരെ 1-2 പ്രാവശ്യമുള്ള അദ്ദേഹത്തിന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഭാഷ പ്രയോഗിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, വളരെ അപൂർവമായിട്ട് ദേഷ്യം അദ്ദേഹത്തെ പ്രകടിപ്പിക്കാറുള്ളൂ. ദേഷ്യം ഉണ്ടായിരിക്കും. എന്നാൽ VS അതുപോലെയല്ല. അപ്പൊ അങ്ങനെ പേഴ്സണാലിറ്റി സ്പീക്സ് അല്ലോ. അപ്പൊ അടുത്ത കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലീഡർഷിപ്പ് മാറ്റം ഉണ്ടായില്ല. നിങ്ങൾ ആരാ പറഞ്ഞത് കേന്ദ്രത്തിൽ തന്നെ തകർന്ന് നടക്കുക, പിന്നെ ഇങ്ങനെ ഇവിടെ ഇപ്പം അത് അവരുടെ അവിടെ തന്നെ അവർക്ക് ലീഡർ വേണ്ടേ. they do have a leadership crisis. There is a problem. അപ്പൊ കേരളത്തിൽ അതിന്റെ പ്രതിഫലമാണ്. കേരളത്തില് VM സുധീരനെ കൊണ്ടുവന്നു, എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇപ്പൊ ഞാനൊക്കെ വിചാരിച്ചു അങ്ങനെ എ ക്ലീൻ പേഴ്സണാലിറ്റി, എ ഗുഡ് പേഴ്സണാലിറ്റി. പക്ഷെ എന്ത് സംഭവിച്ചു? എല്ലാ ഗ്രൂപ്പുകളും കൂടിക്കൊണ്ട് അദ്ദേഹത്തെ താഴെയിട്ടു. അത് ഡിഫിക്കൽട്ട്. ഓക്കെ, കോൺഗ്രസ് നന്നാണെന്നാണ് കേട്ടോ. കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ നിൽക്കണം ആഗ്രഹം. ധനു സാർ ഒരഭിപ്രായം? അഭിപ്രായത്രേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ലീഡർഷിപ്പ് ചേഞ്ച് ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. കാരണം അവരുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള മോറൽ സ്റ്റാച്ചർ ഇല്ലാത്ത ആൾക്കാരാണ് ഡൽഹിയിൽ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അവർക്ക് കേരളത്തിൽ വിളിച്ചിട്ട് നിങ്ങളെ ലീഡർ മാറ്റണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചു പറയാമല്ലോ. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് MLA മാരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് അതുപോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോ അതൊന്നും നടക്കത്തില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 21, 22 കോൺഗ്രസ് MLA മാര് നമുക്കുണ്ട് അല്ലെ. അപ്പൊ ആ MLA അവരുടെ സീറ്റുകളെങ്കിലും റീറ്റെയിൻ ചെയ്യാനുള്ള ഉറച്ച ശ്രമം കഴിഞ്ഞ അടുത്ത 5 മാസം 5 മാസത്തേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ ലോക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പിനെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരെയൊന്നും മുന്നോട്ട് കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന് താല്പര്യമില്ല. പല കാരണങ്ങളും, ഗ്രൂപ്പ് കാരണമായിരിക്കാം. ചെറുപ്പക്കാരായ MLA മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 3-4 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അവരുടെ അസംബ്ലിയും പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയും പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ അവരുടെ ചുമതലയിലേക്ക് കൊടുക്കുകയും ആ ഉണർവ്, എന്തായാലും സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഉണർവ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ലോക്കൽ ലീഡർഷിപ്പിന് ഉണർവ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ചുറുചുറുക്ക് ഉള്ള ഒരുപാട് MLA മാരുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് കൊടുക്കുക. രണ്ടാമത് UDFന്റെ മൊത്തം, ഇത് കോൺഗ്രസിന്റെ കാര്യം, പിന്നെ മൊത്തം UDFന്റെ കാര്യത്തിൽ ഇപ്പൊ അവസാനമായി നമ്മള് മുസ്ലിം ലീഗിനെയൊക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും അതിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കിയും മാക്സിമം സീറ്റുകൾ UDFന് വേണ്ടി വിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജി ഇപ്പൊ തന്നെ ഉണ്ടാക്കി അതിനുവേണ്ടി രാപ്പകലില്ലാതെ ഭേദമന്യേ അവര് പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ഏക പോം വഴി. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. UDFന് വോട്ട് പുള്ളിംഗ് കപ്പാസിറ്റി ഉള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലിമെന്റ്സ് കുറവാണ്.
മുസ്ലിം ലീഗും കോൺഗ്രസും അല്ലാതെ വോട്ട് പുള്ളി ചെയ്യുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തി പരിമിതപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രത്യേകത അനുസരിച്ചൊക്കെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിന് മാണി ഗ്രൂപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണിക്കണം. അത് കാണിക്കാത്തിടത്തോളം കാലം വോട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് തരില്ല. അപ്പൊ ലീഗിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ എവിടെയൊക്കെ ബേസ് കിട്ടും? മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഈ 3 മേഖലയിൽ ഗുണം കിട്ടുമായിരിക്കാം. മറ്റെവിടെയാണ് സദേൺ സൈഡിലൊന്നും മുസ്ലിം വോട്ട്സ് കോൺഗ്രസിന് വരുന്ന ലീഗ് ഉള്ളത് കൊണ്ടൊന്നുമല്ല. കോൺഗ്രസിന് പണ്ടേ സെക്യുലർ ബേസ് ഉള്ളതുകൊണ്ട്. ഈ പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറ തകർന്നുപോയി എന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. കോൺഗ്രസിന്റെ അടിത്തറ അവിടെ തന്നെയാണ്, അത് അവിടെ തന്നെ ശക്തമായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ശതമാനക്കണക്ക് കിട്ടിയോ എന്ന് ചോദിക്കാൻ കാരണം. കോൺഗ്രസ് UDF-ഉം അടിത്തറയിൽ മോശമല്ല, പക്ഷേ ഘടനാപരമായി വീക്കാണ്. അതാണ് അതിന്റെ സ്ട്രക്ചറൽ വീക്ക്നെസ് ഉണ്ട്. ഫൗണ്ടേഷൻ ഈസ് സ്റ്റിൽ സ്ട്രോങ്. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിലും വിക്ടറിയിലേക്കുള്ള ഒരു മാർച്ച്, ഇലക്ഷനിൽ വിജയിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ വിജയിക്കണം. അത് പ്രത്യേകിച്ച് ഇങ്ങനെ NDA കോൺഗ്രസിന്റെ ഒരു ഷെയർ ഓഫ് വോട്ട്സ് കൊണ്ടുപോകാൻ നിൽക്കുന്ന ഒരു സമയത്ത്, ഇല്ലെങ്കിൽ NDA ലെഫ്റ്റ് വോട്ട്സ് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാനുള്ള സാഹചര്യം താരതമ്യേന കുറവാണെന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ആ നിലയ്ക്ക് NDA വീക്കൻ ചെയ്യാൻ പറ്റുമോ, കോൺഗ്രസ് എങ്ങനെ ഇല്ലെങ്കിൽ UDF എങ്ങനെ ഒരുമിച്ച് കേന്ദ്രീകരിച്ച് മുന്നേറാൻ പറ്റും? ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരു ഉത്തരം കിട്ടാതെ ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് 5 മാസം താഴെ മാത്രം ഉള്ളത് കൊണ്ട് ഇതെങ്ങനെ ഇത് ഓവർകം ചെയ്യും എന്നുള്ളതാണ് ഒരു വലിയ. അപ്പോൾ ചുരുക്കത്തിൽ UDF-നും കോൺഗ്രസിനുമാണ് ഡിലമ കൂടുതൽ ബാക്കിയുള്ളവരെക്കാൾ. പക്ഷേ 1990 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. 14 ജില്ലകളിൽ 13 എണ്ണവും LDF ജയിച്ചിട്ട് ഒറ്റ ജില്ല മാത്രം, മലപ്പുറം മാത്രം കിട്ടിയിട്ടും കരുണാകരന്റെ നേതൃത്വത്തിൽ ഭരണം തിരിച്ചു പിടിച്ച ഒരു അനുഭവമുണ്ട്. അതിന് പ്രത്യേക ഫാക്ടേഴ്സ് അന്ന് ഓപ്പറേറ്റ് ചെയ്തു. അന്ന് രാജീവ് ഗാന്ധിയുടെ മരണം, അതുണ്ടാക്കിയ സഹതാപരങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ കോൺഗ്രസ് ഐക്യത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. അതിന് പറ്റിയ ലീഡർഷിപ്പ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശക്തമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കേരളത്തിൽ അതുപോലത്തെ ലീഡർഷിപ്പ് ഒന്നും ഇല്ല എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും യോജിപ്പുണ്ട്, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും കൺസെൻസസ് ഉള്ള ഒരു അഭിപ്രായമാണ്. ഇത് പക്ഷെ നേരത്തെ തന്നെ റിപ്പയർ ചെയ്യേണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ വളരെ വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുന്ന സമയത്ത് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ്. പാർലമെന്റ് ഇലക്ഷനെ കാണുന്ന രീതിയിൽ ലഘുവായിട്ട് കണ്ടതാണ് കോൺഗ്രസിന്റെ കുഴപ്പം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും അസംബ്ലി. കോൺഗ്രസിന് ഡൽഹിയിലേക്ക് കേരളത്തിലെ വോട്ടേഴ്സ് പറഞ്ഞു വിടുന്നതിന്റെ കാരണം അത് വേറെ ചില കാരണങ്ങളാണ്. അത് വളരെ വ്യക്തമാണ്. അതുപോലെ തനിയാവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശക്തമായ ഇടതുപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു ബാലികാറാം മലയായിട്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. അവസാനമായിട്ട് നമുക്കുള്ളൊരു ചോദ്യം, പലപ്പോഴായിട്ട് നമ്മൾ അഡ്രസ് ചെയ്തൊരു ചോദ്യമാണ്, പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി വന്നതാണ്. ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു അവസാനത്തെ ഒരു 2 മാസമായിരുന്നത്. എല്ലാ മെയിൻ സ്ട്രീം മലയാള മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഈ അലിഗേഷൻസിനെ എന്താ പറയുക ചർച്ചയായിട്ടും ഫ്രണ്ട് പേജ് ന്യൂസ് ആയിട്ടും എല്ലാവരുടെയും സ്വീകരണ മുറികളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും ഒരു ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോ കാണാൻ കഴിഞ്ഞത്. അപ്പോ മാധ്യമങ്ങൾക്ക് മലയാളികൾക്കിടയിലുള്ള ഒരു ഇഫക്റ്റ് എന്താണ്? അത് എത്രത്തോളം മലയാളികളുടെ ഒരു പെർസെപ്ഷനെ ബാധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുക? ഗോപകുമാർ സാർ ഒരു അഭിപ്രായം. പരമ്പരാഗതമായി മാധ്യമങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംവാദം സൃഷ്ടിക്കുന്നതിലും രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിക്കുന്നതിലും നല്ലൊരു പങ്കുണ്ട്. അത് നമുക്ക് പഴയ കാലം തൊട്ട് തന്നെ നന്നായിട്ട് അറിയാം. അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വായിക്കുന്നത് 1987 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മതേതരത്വ മുന്നണിയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ് അന്ന് കൂടെ ഉണ്ടായിരുന്ന വർഗീയ പാർട്ടികളെല്ലാം പുറത്താക്കി, ഘടനാപരമായി ദുർബലമാണെങ്കിൽ പോലും അന്നത്തെ മതേതരത്വത്തിന്റെ ചർച്ച മുന്നോട്ട് നയിച്ച ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് വലിയൊരു അത്ഭുതമായിരുന്നു. 87 ഞാൻ 91 നേരത്തെ പറഞ്ഞു. അപ്പോൾ അന്ന് മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ആ സംവാദം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ്, മാധ്യമങ്ങൾക്ക് തന്നെ രാഷ്ട്രീയമുണ്ട്. ഓരോ മാധ്യമങ്ങളും ഓരോ പാർട്ടികളും മാധ്യമങ്ങൾ സൃഷ്ടിച്ച് ചാനലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വോട്ടറും കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇൻഫർമേഷൻ കിട്ടുന്നത് എത്രത്തോളം നേരത്തെ നമ്മളെ പണ്ഡിതന്മാർ പറയുന്ന പോലെ മാനുഫാക്ചേർഡ് ന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി റെസിസ്റ്റൻസ് നടത്തുന്നതിൽ ഇടതുപക്ഷത്തിന് നല്ലൊരു പങ്കുണ്ട്. സൈബർ പോരാളികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്.
അപ്പോൾ ഈ LDF നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്, BJP-കാർ കൊടുക്കുന്നുണ്ട്, കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വോട്ടർക്ക് പത്രം മാത്രമല്ല, ടെലിവിഷൻ മാത്രമല്ല, സെൽഫോണിൽ കൂടി ഒത്തിരി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ എന്ന് സംശയിക്കുന്നു. കാരണം വാർത്തകൾ വിശ്വസനീയമാണോ, ക്രെഡിബിൾ ആണോ, എത്രത്തോളം ക്രെഡിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ. ഇതല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ സംവാദം സൃഷ്ടിക്കുന്നതിലും അഴിമതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ, പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ നൽകിയ സംഭാവനകൾ അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിൽ വോട്ടായിട്ട് രൂപാന്തരപ്പെടാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം കോമ്പറ്റീറ്റീവ് മീഡിയയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൂടി റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെൽഫെയർ മെഷേഴ്സും ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും എല്ലാം കൊണ്ടുവന്നപ്പോൾ ഇതിനേക്കാൾ പ്രാധാന്യം മറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പലപ്പോഴും മാധ്യമ വാർത്ത ജനകീയമാകണമെന്നില്ല. മാധ്യമക്ക് സെൻസേഷണലൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ ആ സെൻസേഷണലൈസിനോടൊപ്പം തന്നെ അത് എപ്പോഴും പോപ്പുലിസ്റ്റ് ആകണമെന്നില്ല. ആ സെൻസേഷണലിസം അവിടെ നിൽക്കും. അത് ജനങ്ങൾക്ക് ഒരു വോട്ടർ ഷിഫ്റ്റിന് അത് വേണ്ട. കാരണം നമുക്ക് വോട്ടറിന്റെ ബേസിലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. വോട്ടറിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലില്ല. കാരണം കേരളത്തിന് പണ്ടേ തന്നെ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും പുതുതായിട്ടുള്ളതല്ല. പഴയ കാലത്ത് AD രാമപുരം ചൂണ്ടിക്കാണിച്ച പോലെ കേരള ഈസ് എ ഹൈപ്പർ ക്രിട്ടിക്കൽ സൊസൈറ്റി. അപ്പോൾ അവിടെ ഹൈപ്പർ ക്രിട്ടിക്കലാണ്. എന്നും കേരള ഹൈപ്പർ ക്രിട്ടിക്കലാണ്, ഇനിയും ഹൈപ്പർ ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ ക്രിറ്റിസിസം അവിടെ നടക്കട്ടെ, ഗവൺമെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ഇന്ന് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിൽ ഫോഴ്സസ് ഉള്ളത് കൊണ്ട് ഒരു വശത്ത്, മറുവശത്ത് ഗവൺമെന്റ് ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ക്ഷേമ പരിപാടികളും വെൽഫെയർ മെഷേഴ്സും ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂട്രലൈസ് ചെയ്യില്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ വസ്തുത ഉള്ളതായിരിക്കാം, നമുക്കറിയില്ല, സത്യമായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ നാളെ ശിവശങ്കർ അല്ലെങ്കിൽ നാളെ ഇദ്ദേഹത്തിനെ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിരിക്കാം. പക്ഷെ അതൊന്നും വോട്ടറിനും ഇല്ല സ്വാധീനം ചെലുത്താത്ത രീതിയിൽ ഉള്ള ക്യാമ്പയിൻ മറുവശത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം മീഡിയയുടെ മൊണോപ്പൊളി പോയി ഇക്കാര്യത്തിൽ. ഇന്നത്തെ ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് സിറ്റുവേഷനിൽ ആ മീഡിയയുടെ കൺവെൻഷണൽ സ്ട്രെങ്ത് കുറച്ച് ദുർബലപ്പെട്ടിരിക്കുകയാണ്. അത് വോട്ടായിട്ട് മാറുന്നില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തെളിഞ്ഞതാണ്. അബ്രഹാം സാർ, വളരെ പെട്ടെന്ന് ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ഹാസ് നോ ക്രെഡിബിലിറ്റി. ഒന്നുകിൽ പാർട്ടി പേപ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായിട്ടോ എതിരായിട്ടോ പ്രവർത്തിക്കുന്നവർ. ഇപ്പൊ എല്ലാവരും സമ്മതിക്കാതെ കോർപ്പറേറ്റ് മീഡിയയാണ്. അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ദേ ഹാവ് എ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ്. തന്നെയുമല്ല, ഇപ്പോ ഏതെങ്കിലും മീഡിയയ്ക്ക് പരസ്യം കൊടുക്കുന്ന കമ്പനിയോ ബിസിനസ്സുകാരെയോ ഭരിക്കുന്ന കക്ഷിക്ക് പേടിപ്പിക്കാം. നിങ്ങൾ പരസ്യം കൊടുക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഏജൻസി വിട്ട് നിങ്ങളെ അന്വേഷിപ്പിക്കും. ദ ബിസിനസ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പത്രങ്ങൾക്കോ മീഡിയയ്ക്കോ ദേ ഹാവ് ദെയർ ഇൻട്രസ്റ്റ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം പരിശുദ്ധമാണെന്ന് എനിക്കൊന്ന് ചിലപ്പോൾ ഇതിനേക്കാളും വഷളായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട് ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ. പക്ഷെ അതൊരിക്കലും സംഭവിക്കരുത്. നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ക്രിറ്റിക്കലാണ്, നുണ പറയരുത്. മോർഫ് ചെയ്ത പടങ്ങള്, മോർഫ് ചെയ്ത പിക്ചർ ഇന്നത്തെ മെയിൻ സ്ട്രീം മീഡിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് അധപ്പതരമാണ്. ഒരിക്കലും ചെയ്യരുത്. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നതാണ് മീഡിയനെ. രാവിലെ എനിക്ക് പേപ്പർ കിട്ടണം നിർബന്ധമുള്ള ആളാണ്. പക്ഷെ എനിക്ക് കിട്ടുന്നത് മുഴുവൻ നുണയാണെന്ന്. നമ്മളാരും മണ്ടന്മാരല്ല. 5-6 മാസമായിട്ട് ഒരു വിഷയം തന്നെ ബിക്കോസ് ഐ ബിലീവ് ഞാൻ നിങ്ങളെപ്പറ്റി ചീത്ത മാത്രം പറയാനല്ല പഠിപ്പിക്കേണ്ടത്, ആ സമൂഹത്തെ നശിപ്പിക്കുകയുണ്ട്. പോസിറ്റീവായിട്ട് പറയണം. മോഡി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മോഡിയെ വിമർശിക്കാം. പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഇടയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾ വിമർശിക്കൂ. അവിടുന്ന് തപ്പിയെടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത ന്യൂസ് ആയത്. ഇപ്പൊ ന്യൂസ് ഇല്ല, വ്യൂസാണ്. എനിക്ക് പിന്നെ തോന്നുന്നത് നമ്മുടെ ദൂരദർശനോ ഓൾ ഇന്ത്യ റേഡിയോ പിന്നെ വിശ്വസിക്കാവുന്നത്. അവർക്ക് എന്തോ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് എപ്പോഴും തോന്നുന്നത്. ബട്ട് ഇവരല്ല. ഞാൻ കേൾക്കാറുള്ളത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. BJP കൺട്രോൾ ചെയ്യുന്ന മീഡിയ ആയിട്ട് പോലും കേരളത്തിൽ ഓൾ ഇന്ത്യ റേഡിയോ ശ്രദ്ധിക്കാറുണ്ട്. എന്ത് കൾച്ചറലി റിച്ച് എന്നറിയോ അവരുടെ പരിപാടികളും അവരുടെ പ്രോഗ്രാംസ്, അവരുടെ സംഭാഷണ രീതി പോലും. അവര് ഈ മലീമസമാക്കുന്നില്ല നമ്മുടെ സാംസ്കാരിക രംഗം. അവര് ഇവിടുത്തെ ഒഫീഷ്യൽ ന്യൂസ് അതുപോലെ തന്നെ പറയാനുള്ള മര്യാദ മോഡി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ
കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന മീഡിയ പോലും ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ന്യൂട്രാലിറ്റി വേണമെന്ന് പറയല്ല, പക്ഷെ കുറച്ചുകൂടെ ഫെയർനെസ് ഇതല്ല, അഗ്രസീവ്ലി വൺ സൈഡഡ് ആയി പോവുക. അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ പബ്ലിക്കായിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ്. ആൾക്കാർ പലരും ഇപ്പൊ ന്യൂസ് കാണാതെ ടയർഡ് ഓഫ് ഇറ്റ്. ലെഫ്റ്റുകൾ മാത്രമല്ല, കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇത് കണ്ടിട്ട് എന്താണ്. അപ്പൊ ആ മീഡിയ, ഇപ്പൊ ഞാൻ ഗോകുമാർ സാറിനോട് ചോദിക്കുന്നത്, നമുക്കിവിടെ പല പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, ഒരു പോളിസി. നമുക്ക് ഒരിക്കലും നല്ലൊരു ചർച്ച ഇവിടെ നടക്കുന്നില്ല. പാൻഡമിക് വരുമ്പോഴത്തേന് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയക്കാരെ വിളിച്ച് അതിനെപ്പറ്റി എന്ത് ചർച്ച ചെയ്യുന്നത്? യു ലിസൺ ടു BBC, CNN, അൽ ജസീറ. അവിടെ എക്സ്പേർട്സിനെ മാത്രമേ വിളിക്കുള്ളൂ, അവർക്ക് അറിയാവുന്നേ. ഇതിന് പകരം നമ്മുടെ ഇവിടെ പിന്നെ വഴിയെ പോകുന്ന കുറെ നിരീക്ഷകരെ വിളിച്ച് ചർച്ച. ഞാനതാ പറഞ്ഞത്, നമ്മുടെ മീഡിയ മലീമസമായി, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. എനിക്ക് സങ്കടമുണ്ടത്. ഓക്കെ, ധനുസാർ, പെട്ടെന്നൊരു അഭിപ്രായത്തോടുകൂടി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചർച്ച ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അതെ, ഇതില് അധികം ചർച്ചയല്ല, എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ പാൻഡമിക്കിൽ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ, അതും സർക്കാരിനെ അധികം സഹായിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രൈം ടൈം ഷോ, ഇപ്പൊ എബ്രഹാം സാർ പറഞ്ഞ പോലെ മലീമസമായ ടെലിവിഷൻ ഡിസ്കഷൻ വാച്ച് ചെയ്യണതിനേക്കാളും നല്ലതാണ് മുഖ്യമന്ത്രിനെ കേൾക്കാൻ. അതാണ് അതിനേക്കാൾ നല്ലതെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, പക്ഷെ എന്നാലും അതിന്റെ TRP റേറ്റ് വളരെ വലുതാണ്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങളെല്ലാവരും ആ സമയത്ത് എല്ലാ ചാനലുകളും, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും, അതെല്ലാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്. എക്സ്ക്യൂസ് മീ ധനു, എനിക്കത് പെയ്ഡാന്ന് തോന്നുന്നു കേട്ടോ, ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ടോ തോന്നുന്നു കേട്ടോ. ഐ തിങ്ക് സോ, ഐ ഡോണ്ട് നോ. അല്ല, എന്തായാലും സാർ, എന്തായാലും പെയ്ഡ് ആയാലും അല്ലെങ്കിലും അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടൂളായി മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും വീട്ടിലേക്ക് മുഖ്യമന്ത്രി കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ഇലക്ഷൻ സമയത്ത് തന്നെ പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, അദ്ദേഹം എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ വരണുണ്ടല്ലോ. അദ്ദേഹം വിർച്വൽ ആയിട്ടാണ് ക്യാമ്പയിൻ നടത്തണമെന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങളുടെ ആക്ച്വലി ക്യാമ്പയിൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായി കഴിഞ്ഞ ഇപ്പൊ 20 ദിവസം മാത്രമല്ല ക്യാമ്പയിൻ ചെയ്ത്, കഴിഞ്ഞ 6 മാസമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഈ കോവിഡിന്റെ സമയത്ത് കേരള ഗവൺമെന്റിന് കിട്ടിയ പ്രസക്തിയും പ്രശസ്തിയും രണ്ടും ഗ്ലോബലി എല്ലാം കിട്ടിയതൊക്കെ ആളുകളെ നല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും കേരള ഗവൺമെന്റ് സക്സസ്ഫുൾ ആയിരുന്നു, അതായത് ഇടതുപക്ഷം. മൂന്നാമത്തെ കാര്യം, ഇവിടുത്തെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചപ്പോ ഇലക്ഷന് LDF തിരിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചില്ല. അവരവരുടെ വികസന അജണ്ടയും അവര് ചെയ്തുള്ള കാര്യങ്ങളും അവരെന്തൊക്കെയാണ് അതാണ് ചെയ്തത്. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പറ്റിയൊരു തെറ്റുണ്ട്. അതായത് മോഡിയെ കടന്നാക്രമിച്ച് അവസാനം രാഹുൽ ഗാന്ധിക്ക് വോട്ടില്ലാതായി. അതേപോലെ തന്നെ ഇവിടെ രമേശ് ചെന്നിത്തല കടന്നാക്രമിച്ച് ഒരു പരിധി കഴിയുമ്പോൾ പേഴ്സണൽ അറ്റാക്ക്, എനിക്ക് തോന്നുന്നു നമ്മുടെ പൊളിറ്റിക്കൽ സ്പിയറിൽ എനിക്ക് തോന്നുന്നു ട്രംപിന്റെ അവിടം തൊട്ട് US തൊട്ട് നമ്മുടെ കൊച്ചു കേരളം വരെ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ അറ്റാക്ക് ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ ജനം അതിനെ എന്റർടൈൻ ചെയ്യത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും പറയാം. നിങ്ങളുടെ വികസന അജണ്ട എന്താണ്, നിങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് പറയാം. പക്ഷെ അവിടെ കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു UDFന്റെ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. ഞാൻ ഇന്നേ വരെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടില്ല ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയാം, അതായത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതിന് പകരം അവരെപ്പോഴും പറഞ്ഞത് പിണറായി വിജയൻ എല്ലാം ചെയ്യുമെന്നുള്ളതാണ്. അതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ മീഡിയക്ക് ഇന്നും റെലവെന്റ് ആയിട്ട് റോളുണ്ട്. പക്ഷെ ജനം മനസ്സിലാക്കുന്നു ആരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അത് നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ LDF വളരെയധികം മുന്നിലാണ് കേരളത്തിൽ. അവർക്ക് അതിനുള്ളൊരു മെഷീനറി ഉണ്ട്. അതോടൊപ്പം ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ടെലിവിഷൻ ചർച്ചകളിലൊന്നും ഇപ്പൊ നമുക്ക് വൈകുന്നേരത്തെ ന്യൂസിനോടുള്ള ചർച്ചകളിൽ നമുക്കാർക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. കാരണം അത്രത്തോളം രാഷ്ട്രീയ നേതാക്കന്മാർ വന്നത് മലീമസമാക്കി. അതിനിടയിലെ ആംഗ്രി ആയി മാറുന്നു. അപ്പോ അർണബ് ഗോസ്വാമിയുടെ എല്ലാ സ്വാധീനവും ഇവരിൽ വന്നു, ഇത് ഈ ആങ്കർമാരിൽ വന്നു. പിന്നെ ഇപ്പോൾ അവർക്ക് എക്സ്പേർട്സിനെ വേണ്ട, രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയ നിരീക്ഷകരെ മാത്രം മതി. നമ്മൾ ചർച്ചകൾ, എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഇനി വരാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്.
അത് ഒരു പരിധിക്കപ്പുറം താഴോട്ട് നമുക്ക് സംസാരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പാനൽ ഉള്ള സമയത്ത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു ചർച്ചയായിരുന്നില്ല. ഇപ്പൊ ടെലിവിഷനിൽ ജനകീയത കിട്ടാൻ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർക്ക് ഏഷ്യാനെറ്റ് ആണെങ്കിലും വേറൊരു ചാനലാണെങ്കിലും അതിന്റെ മുമ്പിൽ നിന്ന് തർക്കം ഉണ്ടാക്കുന്ന അപൂർവം ചില ചാനലുകൾ നല്ലതായിരിക്കാം, ബാക്കി വൈകുന്നേരത്ത് വഴക്കുണ്ടാക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് ആർജ് ചെയ്യുന്ന, പഴയ കാലത്ത് കലിങ്കിലിരുന്ന് വർത്തമാനം പറഞ്ഞ് തമ്മിത്തല്ലുന്ന രീതിയിൽ എത്തുന്നത് പോലെ ഏതാണ്ട് അതിനടുത്തെത്തുന്ന രീതിയിലുള്ള അശ്ലീല ചൊവ്വയുള്ള വർത്തമാനങ്ങൾ പോലും മാധ്യമങ്ങളിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വന്നു. അപ്പൊ ഇത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ പോസിബിലിറ്റി ഒരുപാട് ക്ഷയിപ്പിച്ചിട്ടുണ്ട്. സാറേ എക്സ്ക്യൂസ് മീ, കലിങ്കിലിരുന്ന് മാത്രമല്ല, അതിനേക്കാൾ മോശം കള്ളുഷാപ്പിലും ചാരാക്കടലും ആ രീതിയെ. യെസ്, അത് വളരെ. ഞാൻ തനു പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പം പ്രൈം മിനിസ്റ്റർ മോഡി, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ അതാ. അദ്ദേഹം, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, വ്യക്തികളെ വ്യക്തികളെ പറ്റി ആക്ഷേപിക്കുക. അതുപോലെ കേന്ദ്രത്തിലെ ചില മന്ത്രിമാരൊക്കെ ചിലരുണ്ട് സെക്കൻഡ് ഗ്രേഡ് ലീഡേഴ്സ് ചെയ്യുന്നുണ്ട്. കരുണാകരൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു, ഉമ്മൻചാണ്ടി ചെയ്യത്തില്ല, പിണറായി വീട്ടുകാരെ വിളിച്ച് അങ്ങനെ കളിയാക്കാറില്ല, അതൊന്നും. പക്ഷെ മറ്റു ചില കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഞാൻ പറയുന്ന തെറ്റുകാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഓക്കെ, അതൊക്കെ നമ്മൾ ആ ഒരു മാന്യത നേതാക്കൾ നമ്മളെ കാണിക്കണം. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തോടനുബന്ധിച്ചതും ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതുമായ നിലവിലുള്ള ഒരുവിധം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു എന്ന് കരുതുന്നു. ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും ചർച്ച ശ്രദ്ധിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി ഇതുപോലുള്ള ഇലക്ഷൻ ചർച്ചകളുമായി നമ്മൾ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.